ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീലി ചാർത്തി മാല ചുറ്റി മോദിയാർന്ന മോദി, കുന്തളങ്ങളിണങ്ങുന്ന ഗോപിയുള്ള നേറ്റി, നമ്മളെ തണുപ്പിപ്പാനായി തെല്ലിളകും ചൊല്ലി, ശ്രോത്രവീതി കാവിഞ്ഞേഴും നേത്രനീരജങ്ങൾ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി, പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ. എള്ളിനുള്ളിൽ ഭള്ളകറ്റാനുള്ള നല്ല നാസ, കുണ്ടലങ്ങൾ നിഴലിക്കും കോമളഗണ്ഡങ്ങൾ, ഉണ്ണുവാനായി നിരന്തരം വേണു തേടും ചുണ്ടും, ഷണ്ഡശംഖിന്നിയറ്റുന്ന നീണ്ടകണ്ഠനാളം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി, പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ. താരിമംഗതാരാട്ടിനായി തിരുവിറ്റമാറും രണ്ടു നല്ല മംഗമാരെ ഉണ്ടരോളും കൈകൾ, മുനീന്ദ്ര ചരണാംഗം മാറിലാടും മാല, വൈനതേയ വേഗം മൂലം കാറ്റിലാടും പട്ടും. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി, പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ഓമനക്കാലടിയടി പൊന്മണിത്തളകൾ, നീരെഴുന്ന നീരദത്തിൻ നേരിൽ നിന്ന നീറം, പക്ഷപാത സാമഘോഷ പക്ഷപാത നാട്യം, തുമ്പിയാലെ മലർച്ചാർത്തി ഉമ്പിടും ഗജേന്ദ്രൻ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ മുന്നിലേവം ഹരിയെ താൻ മിന്നി മിന്നി കണ്ടു, ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പൂർത്തി, പച്ചിലദ്രു പ്രഭയോടും സച്ചിന്ദ്രചുണ്ടൻ, പുഞ്ചിരിത്തു മലർത്തൂകി പുഞ്ചിരം പണിഞ്ഞു. പാഹി കൃഷ്ണ പാഹി എഞ്ചിലാടും മാല കാന്തി അഞ്ചിത പൊൻപാട്ടു, കങ്കണവും അണിഞ്ഞുടൻ പങ്കജാക്ഷി, വീണു ബാഷ്പം തുടി തുടി കേണുമുത്തിൽ മുങ്ങി, രണ്ടു ദാക്ഷ്യന്മാരിലേറി രണ്ടു പേരുമോപം. പാഹി പരസ്പരം സല്ലപിച്ചു കൊണ്ടു, നീലവർണ്ണം ചേർന്ന വാനിൽ ചേരിയെത്തി പൊങ്ങി, അമ്പകന്നോരും പ്രകോലും അമ്പരന്നോടും
അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ മനസ്സും തവർത്തോരാ ചിന്മയന്മാർ പോയി ഇച്ചരിതം പാടിയതാം വാഴകുന്നം പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏഴാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിലാണ് നരസിംഹാവതാരം ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത്. നരസിംഹമായി അവതരിച്ച് ഭഗവാൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. കോപമടക്കാതെ ഇരിക്കുന്ന ഭഗവാനെ ശാന്തരാക്കാൻ വേണ്ടി ബ്രഹ്മാവ്, രുദ്രൻ, ശിവൻ, ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, പ്രജാപതി, വിദ്യാധരന്മാര്, ചാരണന്മാര് എല്ലാവരും മാറി മാറി സ്തുതിച്ചു. എന്നിട്ടും അദ്ദേഹം കോപമടങ്ങിയില്ല എന്ന് കണ്ട് ബ്രഹ്മാവ് ലക്ഷ്മി ദേവിയെ വിളിച്ചു കൊണ്ടുവന്നു. ലക്ഷ്മി ദേവി സ്തുതിക്കാൻ പോലും നിൽക്കാതെ പേടിച്ച് ഓടിപ്പോയി. ആ സമയത്ത് പ്രഹ്ലാദനോട് ഭഗവാനെ ശാന്തനാക്കാൻ കുറച്ച് സ്തുതി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ബ്രഹ്മാവ്. ആ സമയത്ത് പ്രഹ്ലാദൻ ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കുന്ന പ്രഹ്ലാദ സ്തുതിയോടുകൂടിയാണ് ഇന്ന് ആരംഭിച്ചത്. 7-ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം ഊതി എന്നുള്ളതാണ്. ഊതയഃ കർമ്മവാസന എന്നാണ്. ഊതി എന്ന് പറഞ്ഞാൽ കർമ്മവാസനകളെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതിന്റെ താല്പര്യം ഓരോ ജീവനും ഓരോ വാസനയോട് കൂടിയാണ് ജനിക്കുന്നത്. ആ വാസനയ്ക്കനുസരിച്ച് ഓരോരുത്തർക്കും പ്രത്യേക സ്വഭാവങ്ങളുണ്ടാവും. അപ്പോൾ അവനവന്റെ വാസന എന്തായാലും അത് ഭഗവാനെ സംബന്ധിച്ചതാവുമ്പോൾ മുക്തിക്ക് കാരണമാകുന്നു എന്നാണ് 7-ാമത്തെ സ്കന്ധത്തിൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇന്നലെ നമ്മൾ നരസിംഹാവതാര കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ നാരദ മഹർഷി രാജസൂയ യാഗ സദസ്സിൽ വെച്ച് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ശിശുപാലന് ഭഗവാൻ മോക്ഷം കൊടുത്തത് കണ്ടപ്പോൾ യുധിഷ്ഠിരനുണ്ടായ ആ സംശയം തീർക്കാൻ വേണ്ടി നാരദ മഹർഷി ആരംഭത്തിൽ പറഞ്ഞത്, മുക്തി സിദ്ധിക്കുന്നതിന് ആവശ്യം ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവാനിൽ മനസ്സ് പൂർണ്ണമായി ഉറക്കുക എന്നുള്ളതാണ്. അത് ഭക്തി കൊണ്ട് തന്നെ വേണമെന്നില്ല. മനസ്സ് പരിപൂർണമായിട്ട് ഭഗവന്മയമാകുക എന്നുള്ളതാണ് കാര്യം. ഏന കേന പ്രകാരേണ മനഃതുഷ്ണേ നിവേശയേ എന്നാണ് നാരദ മഹർഷി പറയണത്. ഇത് നമ്മൾ ഒന്നുകൂടി വളരെ ശ്രദ്ധിക്കേണ്ടത്. കാരണം വേറെ ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു
ഈശ്വരപ്രാപ്തിക്ക് ഇങ്ങനൊരു ഉപായമുണ്ട് എന്ന് പറയാൻ സാധ്യതയില്ല. ഇതുവരെ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതായത് ഭക്തി കൊണ്ടല്ലാതെ തന്നെ നിങ്ങൾ ദേഷ്യഭാവത്തിൽ വൈരബുദ്ധി അത് ഭഗവാനിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് മുക്തിക്ക് കാരണമാകും എന്ന് ആരെങ്കിലും പറയും? വേറെ ഏതെങ്കിലും? അതാണ് ഭാരതീയ ചിന്തയുടെ ഒരു പ്രത്യേകത. അത്രത്തോളം അവര് ആധ്യാത്മിക വിഷയത്തിൽ മുന്നേറി എന്നുള്ളതാണ്. ഒരു ശാസ്ത്ര സത്യം നമ്മുടെ വാസനകളെ ആശ്രയിച്ചിട്ടുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അസുരന്മാർക്ക് മുക്തി കൊടുത്തു. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പരമസത്യം ആണ്. ഈ സത്യം മറ്റൊന്നിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. സത്യം എപ്പോഴും സത്യമാവും. ആ സത്യത്തെ ആരാശ്രയിച്ചോ ആ സത്യം അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കും. അതാ പറയണത്. 100 വർഷമായിട്ട് അടച്ചിട്ടൊരു മുറിയാണ്, വെളിച്ചം കയറിയിട്ടില്ല. പക്ഷേ ഒരു വിളക്ക് കൊണ്ടുവന്നാൽ ഇരുട്ട് എവിടേക്കാ പോയതെന്ന് അറിയില്ല. 100 വർഷമായിട്ട് അടച്ചിട്ട മുറിയല്ലേ, ഇരുട്ടറയല്ലേ. അപ്പോൾ പെട്ടെന്ന് വെളിച്ചം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാ പോണത്? ഇരുട്ട് എങ്ങനെയാ പോണത്? പതുക്കെ അല്ലേ പോവുക എന്ന് സംശയിച്ചിട്ട് കാര്യമില്ല. വെളിച്ചം എവിടെയുണ്ടോ അവിടെ ഇരുട്ട് പോകും. അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ എന്ത് പോവും? അജ്ഞാനം പോവും. അയാൾക്ക് മുക്തി കിട്ടുന്ന അർത്ഥം. ഭഗവാനെ എങ്ങനെ നമ്മൾ സമീപിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. തീവ്രമായിരിക്കണം, ഉറപ്പുള്ളതായിരിക്കണം, മനസ്സ് പരിപൂർണമായിട്ട് ഭഗവാനിൽ അർപ്പിതമായിരിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാ നാരദ മഹർഷി പറയണത്. ഇതിങ്ങനെ പറയുന്ന ഗ്രന്ഥങ്ങൾ കുറവാണ് ഭാഗവതം പോലെ. അതുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയും നവീനമാർഗ പ്രദർശിത കോപി നവീനമാർഗ ആണ്. ഇതാ പുതിയൊരു മാർഗം പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാരദ മഹർഷി ഒന്നുകൂടി കടത്തി പറയണത്, യഥാ വൈരാനുബന്ധേന, വൈരം കൊണ്ടുണ്ടാവുന്ന തീവ്രമായിട്ടുള്ള ബന്ധം ഒരിക്കലും പ്രേമം കൊണ്ടോ ഭക്തി കൊണ്ടോ ഉണ്ടാവില്ല എന്നാണ്. ദേഷ്യമുള്ള ഒരാളെ ഓർക്കുന്ന അത്രയും തീവ്രമായിട്ട് സ്നേഹമുള്ളയാളെ ഓർക്കില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അപ്പോ ഊതി എന്ന ലക്ഷണം കൊണ്ട് ഈ സപ്തമസ്കന്ധത്തിൽ പറയുന്നത് ഏത് വാസനയോടുകൂടിയുള്ള ജന്മമാണെങ്കിലും ആ വാസനകളെ ഭഗവാനിലേക്ക് തിരിച്ചാൽ അത് മുക്തിക്ക് കാരണമാകും എന്നാണ്. ഹിരണ്യകശിപുവിന് മുക്തി കിട്ടി. അദ്ദേഹം വിഷ്ണു വിദ്വേഷിയാണ്. എന്നാൽ പ്രഹ്ലാദൻ ഭക്തനാണ്, പ്രേമമാണ്. ആ പ്രഹ്ലാദനും ഭഗവാന്റെ അനുഗ്രഹം ഒരുപോലെയാണ്. ഉദാഹരണമായിട്ട് നാരദ മഹർഷി കംസൻ എപ്പോഴും ഭയത്താലാണ് കൃഷ്ണനെ ഓർത്തുകൊണ്ടിരുന്നത്. ആ കംസനും മുക്തി കിട്ടി. ഭയമായിരുന്നു അടിസ്ഥാന വികാരം. കാമുകനായിട്ടാണ് ഗോപികമാര് ഭഗവാനെ നിരന്തരം സ്മരിച്ചത്. പക്ഷെ അവർക്കും മുക്തി കിട്ടി. ഏത് പ്രകാരത്തിലായാലും അത് വേറൊരു ഭഗവാനെ ഇങ്ങനൊരു അവതരണം യാഥാർത്ഥ്യം. അതാണ് കൃഷ്ണന്റെ പ്രത്യേകത. വേറൊരു ഈശ്വര സങ്കല്പത്തിന് ഇങ്ങനെയൊന്നും അവതരിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെയും കൃഷ്ണന്റെയും പ്രത്യേകത.
അപ്പോ ഊതി എന്ന ആ ഒരു ലക്ഷണം കൊണ്ട് ഇതാണ് പറയണത്. ഹിരണ്യകശിപുവിനെ വധിച്ച് അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാനെ ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ നമസ്കരിച്ചു. ഭഗവാന്റെ കോപമൊക്കെ അപ്പോഴേ പോയി. ഭഗവാൻ വേഗം ആ ഉണ്ണിയെ എഴുന്നേൽപ്പിച്ചു. പ്രഹ്ലാദന്റെ സ്തുതിയാണ്, വളരെ ദീർഘമായിട്ടുള്ള സ്തുതിയാണ്. ബ്രഹ്മാദയസ്തുരഗണാമുനയോഥ സിദ്ധാ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈ നാരാധിതും ഗുരുഗുണൈരധുനാഭി വിപ്രോ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. പ്രഹ്ലാദൻ പറയാണ്, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, മറ്റു ദേവന്മാര് ഇവരൊക്കെ സത്വപ്രധാനികളാണ്, സത്വഗുണപ്രധാനികളാണ്. അവരൊക്കെ സ്തുതിച്ചിട്ടും അങ്ങ് ശാന്തനായില്ല. അങ്ങനെ ഇരിക്കെ അസുരനായിട്ടുള്ള രജോ ഗുണ തമോ ഗുണ സ്വഭാവികളായിട്ടുള്ള അസുര കുലത്തിൽപ്പെട്ട ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ അങ്ങ് എങ്ങനെയാ പ്രസന്നനാവുക? പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, മന്യേജനാഭിജനതപ, അങ്ങ് മറ്റു യോഗ്യതകളൊന്നുമല്ല. മന്യേതദർപ്പിത മനോവചനേ ഹിതാർത്ഥ പ്രാണം പുരാതിസകുലം നതു ഭൂരിമാനാം മന്യേധനാഭിജന രൂപതപശ്രുതൗജസ്തേജ പ്രഭാവ ബലപൗരുഷ ബുദ്ധിയോഗ. എനിക്കറിയാം അങ്ങ് ഒരാളുടെ കുലമോ ഒരാളുടെ രൂപമോ ഒരാളുടെ വിദ്യാഭ്യാസമോ മറ്റു യോഗ്യതകളോ ഒന്നുമല്ല നോക്ക. ഭക്തിയുണ്ടോ എന്നാ നോക്ക. ഭക്തി ഉണ്ടെങ്കിൽ ആരും ആവട്ടെ, ഇനി വിശേഷ ബുദ്ധിയുള്ള ജന്മം ആവണമെന്നില്ല. ഗജയൂഥമായ ആ ഗജേന്ദ്രൻ അങ്ങയെ ഭക്തിപൂർവം പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് ഓടിയെത്തി. അതുകൊണ്ട് അങ്ങക്ക് ഈ ഏത് കുലത്തിൽ ജനിച്ചു, ഏത് ജാതിയാണ്, ഇതൊന്നൊരു വിഷയമല്ല. വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, ഉന്നത കുലത്തിലാണോ താഴ്ന്ന കുലത്തിലാണോ, അങ്ങ് ഭക്തി മാത്രമാണ് നോക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളും എന്നെനിക്ക് ഉറപ്പുണ്ട്. അല്ലയോ ഭഗവാനെ, എല്ലാവരും അങ്ങയുടെ ഈ നൃസിംഹരൂപത്തെ ഭയപ്പെടുന്നു. പക്ഷേ എനിക്ക് അങ്ങയുടെ ഈ രൂപത്തെ ഭയം തോന്നുന്നില്ല. കാരണം അങ്ങ് എങ്ങനെയൊക്കെ വേഷം കിട്ടിയാലും അങ്ങയുടെ കണ്ണിലെ ആ കരുണരസം അതില്ലാതെയാവില്ല. അതുകൊണ്ട് കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ വളരെ ചണ്ഡലോചനം എന്നൊക്കെയാണ്, എന്നാലും വേണ്ടില്ല, അതിൽ ആ കാരുണ്യരസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ഭയം തോന്നുന്നില്ല. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ലോകത്തുണ്ട്. അത് ലോക വിഷയങ്ങളാണ്, ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെ ആകർഷിച്ച് മനസ്സിനെ ആകർഷിച്ച് എന്നെ വഴിതെറ്റിക്കുമോ എന്നൊരു ഭയം ഇല്ലാതെയില്ല. അതുകൊണ്ട് എന്നെ സംസാര കുണ്ടിൽ വീഴ്ത്താതെ അങ്ങ് എന്നെ രക്ഷിക്കണേ. എത്ര ശ്രദ്ധിച്ചാലും എളുപ്പമൊന്നുമല്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ചെറിയ ശ്രദ്ധ മതി വീണു പോവാൻ. അങ്ങനെയൊക്കെ എത്രയോ പേര് വീണിട്ടുണ്ട്. ബഹുവ്യസപത്യൈവ ഗേഹപതിം ദുനന്തി എന്നാണ് പ്രഹ്ലാദൻ പറയണത്. ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്പനേരത്തെ അശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ വലിയ അപകടത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. ഇന്ദ്രിയങ്ങളെ നമ്മള് ഒന്ന് താലോലിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ അബദ്ധമാണ്. ഏതുപോലെ ബഹ്വ്യസപത്യൈവ എന്നാണ്. ഒരാളൊരു വിവാഹം കഴിച്ചു, അങ്ങനെ സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ അയാൾക്ക് തോന്നി ഒന്നുകൂടി കഴിക്കാം എന്ന്. ഒരു വിവാഹം കഴിക്കുമ്പോൾ സുഖം ഉണ്ടാകുന്ന രണ്ടാവുമ്പോ ഒന്നുകൂടി ആവില്ല, ഒന്നുകൂടി സുഖിക്കാം വിചാരിച്ചു. അങ്ങനെ 2 വിവാഹം കഴിച്ചു.
പിന്നെ പറയണ്ടല്ലോ. അയാൾക്ക് ഓരോ ദിവസവും കഴിയും തോറും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആദ്യം ഒരു വീട്ടിലായിരുന്നു, പിന്നെ അടുത്തടുത്ത് 2 വീട് വെച്ചു. പിന്നെ തോന്നി അടുത്ത് പോരാ, ഇത്തിരി അകലത്തിലാവാം. പിന്നെ നിയമം വെച്ചു, തിങ്കളാഴ്ച ഇവിടെ, ചൊവ്വാഴ്ച ഇപ്പുറത്ത്, ബുധനാഴ്ച ഇപ്പുറത്ത്, ഇങ്ങനെ ഓരോ ദിവസവും നിയമം വെച്ചു. അയാൾ ഒരു ദിവസം എവിടെയോ അകലെ പോയി ക്ഷീണിച്ചു വരികയാണ്. അന്ന് വീട് തെറ്റി കയറി. ഇതിൽ വീട് തെറ്റി കയറിയതല്ല, അയാൾക്ക് ആദ്യം കണ്ട വീട്ടിലെ, കാരണം അത്ര ക്ഷീണ, അതിലൊന്ന് വേഗം കടന്നാൽ മതി. പക്ഷെ അപ്പുറത്താ പോണ്ടത്, കുറച്ചും കൂടി ദൂരമുണ്ട്, ഇത്ര നടക്കാൻ വയ്യ. ഇവിടെ കയറി. അപ്പൊ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റവള് തറഞ്ഞു, ഓടി വന്നു. അവളെ ഭദ്രകാളിയായിട്ടാണ് വരുന്നത്. എന്നാ അവിടെയാണ്, ഇവിടെ വന്നിരിക്കണത്. വയ്യ, അതുകൊണ്ടാണ് വന്നത്. എന്താ വയ്യായ? നടക്കാൻ വയ്യ. എന്നാ ഞാൻ തലോടാം. അപ്പൊ അവളിങ്ങനെ തലോടുകയാണ്. വേണ്ട, ഞാൻ തലോടാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളും വിടുന്നില്ല. എന്റെ അടുത്തല്ലേ വന്നത്, ഞാനല്ലേ പിടിച്ച് കയറ്റിയതൊന്നല്ല, ഇവിടെ വന്നിട്ടല്ലേ എന്നൊക്കെ പറയും. തല്ലൂട്ടം. അവസാനം അവര് ഷെയർ ചെയ്തു. ഓരോ കാലം, വലത്തേ കാല് ഞാൻ, നീ വേണമെങ്കിൽ ഇടത്തേ കാല്, അങ്ങനെ 2 പേരും. അതിന്റെ ഇടയ്ക്ക് വലത്തേ കാല് തലോടുന്നവളുടെ കൈ ഇടത്തേ കാലും കൊണ്ടു തല്ല്. അപ്പൊ ഇടി ഇയാളുടെ മേത്തന്നെയാണ്, ഇയാളുടെ വലത്തേ കാലിനെയാണ് ഇടിക്കുന്നത്. അപ്പൊ മറ്റവള് അവളോടുള്ള ഇടത്തേ കാലിൽ തലോടുന്ന അവളോടുള്ള വൈരാഗ്യം ഇയാളുടെ ഇടത്തേ കാലിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ബഹ്വ്യസപത്യൈവ, 2 വിവാഹം കഴിച്ച ആളുടെ അവസ്ഥ. ഇതിപ്പോ 2 അല്ല, 5 ഇന്ദ്രിയങ്ങളാ. അതുപോലെയാണ് ഇന്ദ്രിയങ്ങൾ ജീവനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. 5 ഇന്ദ്രിയങ്ങളാ. കണ്ണൊരു ദിക്കിലേക്ക് നമ്മളെ ആകർഷിക്കും, ചെവി വേറെ ദിക്കിലേക്ക് ആകർഷിക്കും. ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ വിഷയങ്ങളിലേക്ക് ആകർഷിക്കും. ജീവൻ കടന്ന് പട്ടം തിരിയാണെന്ന്. സപ്താഹം കേൾക്കണോ, അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട്, അങ്ങോട്ട് പോകണോ, പല വിഷയങ്ങളാണ്. ഇതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭഗവാനെ, എന്നെ ഈ സംസാരക്കുണ്ടിൽ വീഴാതിരിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്നാ പ്രാർത്ഥിക്കണം. എനിക്ക് ഭക്തി ഇനിയും ഉണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഈ നാട്യം ആ ദൈത്യനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എൻ്റെ അച്ഛൻ? ആ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? ദൈത്യൻ മരിച്ചിരിക്കുന്നു. ഇനി എന്തിനാണ് ഈ വേഷം കെട്ട്? അങ്ങ് ഈ നൃസിംഹ വേഷം ഉപേക്ഷിക്കൂ. എന്തിനാണ് ലോകത്തിനെ ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിമനോഹരമായിട്ടുള്ള സ്തുതി. ഭഗവാന്റെ കോപമൊക്കെ പോയി. ഭഗവാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്താ വരം വേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, മാമാ പ്രലോഭയോൽപത്തി, എന്നെ പ്രലോഭിപ്പിക്കരുത്. ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ടേ, വേണോ എന്ന് ചോദിച്ചിട്ടേ അതിനെ ടെംപ്റ്റ് ചെയ്യിക്കരുത്. എനിക്ക് ഒന്നും വേണ്ട, ഭക്തി മാത്രം എന്ന് പറഞ്ഞു. ഭഗവാൻ പിന്നെ ഒരു റിക്വസ്റ്റ് കൊടുത്തു. എൻ്റെ അച്ഛന് സൽഗതി കൊടുക്കണം. അച്ഛൻ കുറെ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് സൽഗതി കൊടുക്കണം. അങ്ങക്ക് കാരുണ്യം. എന്നോട് എന്തെങ്കിലും ഒരു വരം വേണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വരം ചോദിച്ചു, അത്രയേ ഉള്ളൂ. അതൊക്കെ പണ്ടേ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. നിന്നെ പോലെ ഒരു പുത്രൻ ഉണ്ടായതുകൊണ്ട് തന്നെ 21 തലമുറ മുമ്പിലുള്ളവർക്കും പിന്നിലുള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കും മുക്തി ഉറപ്പാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് ബ്രഹ്മാവിനെ ഒന്ന് ഗുണദോഷിച്ചു. ഈ വരം കൊടുക്കുമ്പോഴേ ഒന്ന് സൂക്ഷിക്കണം. എന്ത് ചോദിച്ചാലും തഥാസ്തു 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 എന്ന് പറഞ്ഞ് എനിക്കാ ബുദ്ധിമുട്ട് എന്നൊന്ന് ഗുണദോഷിച്ചു. അദ്ദേഹം മറയുകയും ചെയ്തു.
അപ്പൊ യുധിഷ്ഠിരൻ വീണ്ടും സംശയം ചോദിച്ചു. ഇപ്പൊ ബ്രഹ്മാവിന് ഇടയ്ക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട് അല്ലേ? ഈ ശിവന്റെ കാര്യം എങ്ങനെയാണ്? നാരദ മഹർഷി പറയാ, ശിവന് ഇത്രയില്ല, 4 അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടെന്നാണ്. ത്രിപുര ദഹനം എന്നൊരു കഥ. ത്രിപുരന്മാരെ വധിക്കാൻ ശിവൻ നിശ്ചയിക്കും, പക്ഷെ വധിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃതസഞ്ജീവിനി മന്ത്രം ജപിച്ച ഒരു കുളമുണ്ട് അവിടെ. ഈ ശുക്രമഹർഷിയുടെ കയ്യിൽ മാത്രമേ ഈ മന്ത്രമുള്ളൂ. അപ്പൊ അദ്ദേഹം അസുരഗുരുവാണല്ലോ, അദ്ദേഹം ഒരു കുളം ഉണ്ടാക്കി വെച്ചേക്കുക, മൃതസഞ്ജീവിനി ജപിച്ചു. അസുരന്മാർ മരിച്ചാൽ അവിടെ കൊണ്ടിട്ടാൽ മതി, അവർ ജീവിച്ചു. ശിവന് തോൽവി പറ്റുന്നൊരവസ്ഥയായി. അപ്പോഴും ഈ ഭഗവാൻ പശുവായിട്ട് വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് പറ്റിച്ച്, അങ്ങനെയൊക്കെയാണ് ആ ത്രിപുരന്മാരെ ശിവനെ വധിക്കാൻ പറ്റിയതെന്നാണ്, ദഹിപ്പിക്കാൻ പറ്റിയതെന്നാണ്. പിന്നെ സനാതനധർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യം യുധിഷ്ഠിരന്റെ 3-4 അധ്യായങ്ങൾ, 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ സനാതനധർമ്മത്തെ കുറിച്ച് പറയുന്നു. അതിൽ നമുക്ക് വളരെ വിശദമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല, 1-2 പോയിന്റ് മാത്രം പറയാം. ഈ ശരീരത്തെ രഥമായി കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു രഥരൂപകം കഠോപനിഷത്തിലുണ്ട്, അതേപോലെ ഭാഗവതത്തിലുമുണ്ട്. ഈ ശരീരം ജീവൻ അഥവാ ആത്മാവ് സഞ്ചരിക്കുന്ന രഥമാണ്. ആഹുശരീരം രഥം ഇന്ദ്രിയാണി ഹയാനഭീഷോന്മന ഇന്ദ്രിയേശം വർമാനി മാത്രാധിഷണാം ച സൂതം സത്വം ബൃഹൽ ബന്ധുരമീശ സൃഷ്ടം. ഈ ശരീരം രഥമാണ്, ഇന്ദ്രിയങ്ങൾ അശ്വങ്ങളാണ്, കുതിരകളാണ്, അതിൻ്റെ കടിഞ്ഞാണാണ് മനസ്സ്. സൂതൻ ആ കുതിരകളെ നിയന്ത്രിക്കുന്ന, കടിഞ്ഞാണ് പിടിച്ച് കുതിരകളെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനാണ് ബുദ്ധി. പിന്നെ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, അതായത് കാഴ്ച, ദൃശ്യം, ശ്രവണം, അങ്ങനെയൊക്കെയില്ലേ, ഈ വിഷയങ്ങൾ വഴിയാണ്, മാർഗമാണ്. അക്ഷം ദശപ്രാണം അധർമ്മധർമ്മൗ ചക്രേഭിമാനം രഥിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി. ഈ രഥി ജീവനാണ് അതിലെ യാത്രക്കാരൻ. അയാളുടെ കയ്യില് അയാള് യോദ്ധാവാണ് ജീവൻ, ആത്മാവ്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു വില്ലുണ്ട്. ആ വില്ലെന്താ? പ്രണവം, ഓങ്കാരം, പ്രണവമാകുന്ന വില്ല്. അതില് അമ്പുണ്ട്. അതെന്താ? അത് ജീവനാണ്, സ്വയം തന്നെ. സ്വയം പ്രണവമാകുന്ന വില്ലിൽ ഇങ്ങനെ അമ്പായിട്ട് തൊടുത്തിരിക്കുക. ലക്ഷ്യം ഏതാ? ഈ അമ്പിന്റെ ലക്ഷ്യം എന്താണ്? ശരം തു ജീവം പരമേവ ലക്ഷ്യം എന്നാണ്. പരമാണ്, പരമാത്മാവാണ് ലക്ഷ്യം, ഭഗവാനാണ് ലക്ഷ്യം. ഈ ജീവൻ പ്രണവമാകുന്ന വില്ലിൽ തൊടുത്ത അമ്പാണ്. ഇതാണ് ഈ രഥ രൂപകത്തിലൂടെ പറയുന്നത്. ആരാണോ രാഗോ ദ്വേഷശ്ച ലോഭശ്ച ശോകമോഹൗ ഭയം മദ, ഇങ്ങനെയുള്ളവയൊക്കെയാണ് എന്ത്? ശത്രുക്കൾ. രാഗദ്വേഷം ചുരുക്കി അത്രയും പറഞ്ഞാൽ മതി. രാഗദ്വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ ഉണ്ടെന്ന് അർത്ഥം. ഭയം, മതം, ഇത് കുറെ ഉണ്ട്. പക്ഷെ ചുരുക്കി രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ രാഗദ്വേഷങ്ങളാണ് ശത്രുക്കൾ. ഈ ശത്രുക്കളെ നിഗ്രഹിച്ച് ലക്ഷ്യത്തിലെത്തണം ജീവൻ. ലക്ഷ്യം ഈശ്വരനാണ്. ഇത് നല്ലവണ്ണം നമ്മൾ എപ്പോഴും ഓർത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഓർമ്മയാണ് ശ്രദ്ധ. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, എല്ലാ സമയത്തും നമ്മൾ ആ ശ്രദ്ധയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? കുതിരകള് അവയുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോകും.
അപ്പോ ആർക്കാ ബുദ്ധിമുട്ട്? ആ രഥത്തിലിരിക്കുന്ന ജീവനാണ് ബുദ്ധിമുട്ട്. ജീവനല്ലേ അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് അങ്ങനെ സഞ്ചരിക്കും. മനസ്സ് ഇങ്ങനെ അയഞ്ഞ് ബുദ്ധി ശരിയായിട്ട് കടിഞ്ഞാൻ പിടിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ, മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ തോന്നിയ വഴിക്ക് പോകും. അപ്പോ പല അപകടങ്ങളിലും ചാടും. അതുകൊണ്ട് ശരം തു ജീവം പരമേവ ലക്ഷ്യം എന്ന് ഓർക്കണം അർത്ഥം. ഇതാ നാരദ മഹർഷി പറഞ്ഞത് രഥ രൂപകത്തിലൂടെ. പിന്നെ അദ്ദേഹം പറഞ്ഞു, 3 തരത്തിലുള്ള അദ്വൈതം ശീലിക്കണം. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം. 3 തരത്തിലെ അദ്വൈതം. ഭാവാദ്വൈതം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ കാര്യം കാരണത്തിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് ബോധിച്ച് കാര്യവും കാരണവും ഒന്നാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കണം. ഉദാഹരണത്തിന് ഒരു വസ്ത്രം, നൂലാണ് അതിന്റെ കാരണം. അപ്പോ വസ്ത്രവും നൂലും രണ്ടല്ല, ഒന്നാണ്, അദ്വൈതം. ഇതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണം ഭഗവാനാണ്. അപ്പോ ഈ പ്രപഞ്ചത്തെ ആ കാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഭഗവാനായിട്ട് ഭാവന ചെയ്ത് അനുഭവിക്കണം. അതാണ് ഭാവാദ്വൈതം. ഭാവന ചെയ്യാം. ഭാവാദ്വൈതം. ക്രിയാദ്വൈതം, എല്ലാ കർമ്മവും ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാം. എന്ത് ചെയ്യുമ്പോഴും നാരായണായേതി സമർപ്പയാണ്. ഫലചിന്തയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അത് ക്രിയാദ്വൈതമായി. ദ്രവ്യാദ്വൈതം, എന്റെ എന്ന് പറയുന്ന ഏത് വസ്തുവായാലും ഇന്നലെ വേറൊരാളുടെ ആയിരുന്നു, നാളെ അത് മറ്റൊരാളുടെ ആവും. അതുകൊണ്ട് ഈ മമത കുറച്ച് ഇതൊക്കെ ഭഗവാന്റെയാണ് നിശ്ചയിക്കുക. നമുക്ക് 12-ാം സ്കന്ധത്തിലൊക്കെ കാണാം, ഭൂമി ദേവി ചിരിക്കുത്രേ. ആളുകൾ ഇങ്ങനെ സ്ഥലമൊക്കെ വളച്ചു കെട്ടിയിട്ട് ഇത് എന്റെയാണ് എന്നൊക്കെ പറയുമ്പോ ഭൂമി ദേവി ചിരിക്കാത്രേ. എന്താ കാരണം? ഇത് ഇന്നലെ വേറെ ഒരുത്തം പറഞ്ഞതാ, അവന്റെയാണ്. ഭൂമി ദേവിക്ക് അറിയാം ഇത് അവന്റെ അല്ല, ഇനി വരാൻ പോണ ആളുടെ അല്ല, ഇയാളുടെ അല്ല. ഞാനിവിടെ എല്ലാം എപ്പോഴും ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക, എന്റെ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ ദ്രവ്യാദ്വൈതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭഗവാന്റെയാണ്. തൽക്കാലം ഒരു ഇത് നമ്മുടെ കയ്യിൽ വെക്കാൻ ചെറിയൊരു അനുവാദം കിട്ടിയിരിക്കുന്നു. നാളെ ഇത് വേറൊരാളുടെ ആവും, ഇന്നലെ വേറൊരാളുടെ ആയിരുന്നു. ഇത്രയും ഓർത്താൽ ഇതൊക്കെ ഭഗവാന്റെയാണ് എന്ന സമർപ്പണ ബുദ്ധി വരും. അതാണ് ദ്രവ്യാദ്വൈതം. അപ്പോ ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം ഇത് ഒരാൾ ശീലിക്കണം എന്നാണ്. എന്നാൽ അയാൾക്ക് സൽഗതി വരും. ഒരുപാട് കാര്യങ്ങൾ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. കാരണം എങ്ങനെ പറഞ്ഞാലും 2 സ്കന്ധം, 8ഉം 9ഉം സ്കന്ധങ്ങളിൽ അനവധി കഥകളാണ്. ഇതൊക്കെ നമ്മൾ ചുരുക്കി ഇങ്ങനെ സ്വാദ് നോക്കി ഇങ്ങനെ പോവുക. അപ്പൊ തന്നെ വയറ് പറയും. അതാണ് കുറെ വിഭവം ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. ഒരൈറ്റം മാത്രമായിട്ട് നമുക്ക് കഴിച്ചാൽ പിന്നെ മറ്റുള്ളതിന്റെ സ്വാദറിയാൻ പറ്റില്ല. വയറ് നിറഞ്ഞാൽ പിന്നെ മറ്റുള്ളതിന്റെ സ്വാദറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവസാനം കൃഷ്ണാവതാരമുണ്ട്. അപ്പൊ അതിന് മുമ്പ് വയറ് നിറയാനും പാടില്ല. എന്നാൽ ഉപദം അതെ, പായസം വരുമ്പോഴേക്കേ വയറ് നിറച്ചു വെക്കരുത്. അവസാനല്ലേ പായസം വരിക. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ തൊട്ട് അതിന്റെയൊക്കെ സ്വാദ് അറിയുകയും വേണം. അതുകൊണ്ട് ഇനി 8ാമത്തെ സ്കന്ധം ആരംഭിക്കാം. മന്വന്തരം എന്നാണ് ഇതിന്റെ ലക്ഷണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രഹ്മാവിന്റെ പകൽ സമയത്തിന് കൽപ്പം എന്ന് പേര് പറയും. ഒരു കൽപ്പത്തിൽ
14 മനുക്കളുടെ കാലമാണ്. ആകെ 14 മനുക്കളാണുള്ളത്. ആ മനുക്കളുടെ കാലത്തിനെ മന്വന്തരം എന്ന് പറയും. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 1000/14 എന്നുള്ളതാണ്. 71 സംതിങ് വരും. അത്രയും ചതുർയുഗങ്ങളാണ്. കാരണം ഒരു കൽപ്പം ബ്രഹ്മാവിന്റെ പകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ചതുർയുഗങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ അതിൽ ആദ്യത്തെ മനുവിന്റെ വംശങ്ങളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. സ്വയംഭുവ മനു എന്നാണ് ആ മനുവിന്റെ പേര്. അപ്പൊ സ്വയംഭുവ മന്വന്തരത്തെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞതെന്ന് അർത്ഥം. ആ സ്വയംഭുവ മനു പിന്നീട് പുത്രന്മാരെയും മറ്റും രാജ്യഭാരം ഏൽപ്പിച്ച് തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് അദ്ദേഹം അനുഭവിച്ചു എന്ത്? ആത്മാവാസ്യമിതം സർവം യൽക്കിഞ്ച ജഗത്യാഞ്ജകൽ തേന ത്യക്രേന ഭുഞ്ജീഥം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈശാവാസ്യോപനിഷത്തിലെ ഒരു വാക്ക്, ആദ്യത്തെ വാക്ക് മാത്രം മാറ്റി അദ്ദേഹം പാടുകയാണ്. ഈശാവാസ്യമിതം സർവം എന്നാണ് ഈശാവാസ്യോപനിഷത്ത് ആരംഭിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താ? ആത്മാവാസ്യം, ഞാനാണ് സർവം. അങ്ങനെ അദ്ദേഹം അഭേദബുദ്ധി, അഭേദമായിട്ട് എല്ലാത്തിനെയും തൻ്റെ ആത്മാവായിട്ട് അദ്ദേഹം ദർശിച്ചു എന്നാണ് തപസ്സിനൊടുവിൽ. അങ്ങനെ അദ്ദേഹം സിദ്ധി നേടി. പിന്നെ രണ്ടാമത്തെ മനു സ്വാരോജിഷൻ എന്ന പേര്. മൂന്നാമത്തെ മനുവിന്റെ പേര് ഉത്തമൻ എന്നാണ്. നാലാമത്തെ മന്വന്തരമാണ് താമസ മന്വന്തരം. അതിലാണ് ഗജേന്ദ്രമോക്ഷം എന്ന കഥ. ഓരോ മന്വന്തരത്തിലും മനുക്കൾ, മനുപുത്രന്മാർ, ഭഗവാന്റെ അവതാരം, ദേവന്മാർ, ഇന്ദ്രൻ, സപ്തഋഷികൾ, ഇങ്ങനെ 6 കാര്യങ്ങൾ വേറെ വേറെ മാറി വരും. ഇതാണ് മന്വന്തരത്തിൽ 6 മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. നാലാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ഇങ്ങനെ ആനയെ രക്ഷിക്കാൻ വേണ്ടി ഹരി എന്ന പേരിൽ അവതരിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഗജേന്ദ്രമോക്ഷ കഥ എനിക്ക് ഒന്നുകൂടി വിസ്തരിച്ച് പറയുന്നത്. ഇതുപോലെ പരീക്ഷിത്ത് ഒന്ന് വിസ്തരിക്കാൻ പറയുമ്പോഴാണ് ആ കഥ വിസ്തരിക്കണം. അപ്പൊ താമസ മന്വന്തരത്തിൽ ഭഗവാന്റെ അവതാരം ആനയെ രക്ഷിക്കാൻ വേണ്ടി. പാലാഴിയിലാണ് ത്രികൂടപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ത്രികൂടപർവ്വതത്തിൽ അതിന്റെ താഴ്വരയിൽ നല്ല ചന്ദനം തുടങ്ങിയിട്ടുള്ള വിശിഷ്ട മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാടുണ്ട്. ധാരാളം വൃക്ഷങ്ങളുടെ പേരൊക്കെ പറയും. ഇതൊക്കെ നിറഞ്ഞ ഒരു കാടുണ്ട്. അവിടെ ഒരു വിശിഷ്ടനായിട്ടുള്ള ആനയുണ്ട്. അവിടെ സിംഹമൊന്നുമല്ല രാജാവ്. സിംഹങ്ങളൊക്കെ, സിംഹം, പുലി തുടങ്ങിയിട്ടുള്ള ക്ഷുദ്രജന്തുക്കളൊക്കെ ഈ ഗജേന്ദ്രനെ കണ്ടാൽ ഓടിപ്പോകുന്നതാണ്, പേടിച്ചു പോകുന്നതാണ്. എന്നാൽ സാധു ജീവികളൊക്കെ ഈ ഗജേന്ദ്രനുമായിട്ട് വലിയ ചങ്ങാത്തമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ആനയാണ് ഈ കഥയിലെ നായകൻ. ആ ഗജേന്ദ്രൻ അങ്ങനെ പിടിയാനകളോടും കുട്ടിയാനകളോടും ഒക്കെ കൂടി, മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള ആനകളൊക്കെ കൂടി സുഖമായിട്ട് കഴിയുകയാണ്. ഏതുപോലെ? യഥാഗൃഹി എന്നാണ് പറയുന്നത്. ഒരു ഗൃഹസ്ഥൻ ജീവിക്കുന്നത് പോലെ, സാധാരണ ഒരു ഗൃഹസ്ഥൻ ജീവിക്കുന്നത് പോലെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കഴിയുകയാണ് അവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വേനൽക്കാലം വന്നു. ആനകൾക്ക് വെള്ളം ധാരാളം വേണമല്ലോ. വെള്ളം കിട്ടാതെയായി. അങ്ങനെ അവരിങ്ങനെ അലഞ്ഞു തിരികെയാണ് കാട്ടില്. അപ്പോൾ താമരയുടെ ഗന്ധം വന്നു. അപ്പോൾ ആനകൾക്ക് മനസ്സിലായി അവിടെ വെള്ളം ഉണ്ടാവും. അങ്ങനെ അവര് ആ താമരയുടെ ഗന്ധം വന്ന ആ ദിക്കിലേക്ക് അങ്ങനെ ഒരുമിച്ച് യാത്രയായി. അവിടെ ഒരു തടാകം കണ്ടു. ആ തടാകത്തിലെത്തി അവർ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു. അതിൽ കടന്നിങ്ങനെ മതിക്കുകയാണ്. പരസ്പരം വെള്ളം ചീറ്റി ഒഴിക്കുന്നു. അങ്ങനെയൊക്കെ മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗജേന്ദ്രന്റെ കാലിൽ ഒരു മുതല പിടിച്ചു. ആദ്യമൊന്നും കാര്യമാക്കിയില്ല. കാരണം എന്താ? അദ്ദേഹം സിംഹത്തിനെ പോലും അല്ലെങ്കിൽ ക്ഷുദ്രജീവികളെ ഒക്കെ അവർക്കൊക്കെ പേടി ഉള്ള ഒരു ആനയാണ്. അപ്പൊ തന്റെ ശക്തിയിൽ അദ്ദേഹത്തിന് അത്രയധികം ഒരു വിശ്വാസമുണ്ട്. പക്ഷേ
ഈ മുതലയ്ക്ക് ജലത്തിൽ ശക്തി കൂടുമല്ലോ. അതുകൊണ്ട് മുതലയുടെ പിടുത്തത്തിൽ നിന്ന് ഗജേന്ദ്രന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കൂട്ടുകാരൊക്കെ കരയ്ക്ക് കയറി പരിശ്രമിച്ചു നോക്കി, രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പിടിയാനകളും മറ്റു കുട്ടിയാനകളൊക്കെ കരയ്ക്ക് കയറി. ആ ഗജേന്ദ്രന്റെ അവസ്ഥ കണ്ട് അവർക്കൊക്കെ സങ്കടമായി. ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല. ഗജേന്ദ്രൻ അങ്ങനെ താന്നു പോന്നു. മരണവെപ്രാളം എന്നുള്ളത് അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ഗജേന്ദ്രൻ ഇനി ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹത്തിന് പൂർവജന്മ സ്മൃതി ഉണ്ടാവുകയും അന്ന് വലിയൊരു ഭക്തനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് താൻ ജപിച്ചിരുന്ന സ്തോത്രം ഓർമ്മ വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സ്തുതിക്കുകയാണ്. ഈ ഗജേന്ദ്ര സ്തുതിയുടെ പ്രത്യേകത അതിൽ ഒരു ഭഗവാന്റെ നാമമോ രൂപമോ പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ്. ഗജേന്ദ്രന്റെ സ്തുതി പരമസത്യം എന്നോ അതിനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മാത്രമല്ല, പ്രഹ്ലാദൻ തന്നെ ഈ മുതലയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കണം എന്നല്ല ആവശ്യപ്പെടുന്നത്. എന്നെ അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ്. അജ്ഞാനമാണ് ഞാൻ ഈ ശരീരമാണ് എന്നുള്ളത്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവ് ആണ് എന്ന സത്യം എനിക്ക് ഉറക്കണം. അതാണ് മുക്തി എന്നുള്ളത്. അപ്പൊ ഗജേന്ദ്രന്റെ സ്തുതി ആ രീതിയിലുള്ളതാണ്. ഓം നമോ ഭഗവതേ തസ്മൈ യതേതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യതശ്ചേദം യേനേദം യ ഇദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയം ഭുവം. ഇതൊക്കെ വേദാന്ത രീതിയിലുള്ള സ്തുതിയാണ്. ഈ സ്തുതിയെ കുറിച്ച് വിസ്തരിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഈ ഗജേന്ദ്രന്റെ സ്തുതി കേട്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ അവിടെ വന്നുവെങ്കിലും ഈ ഗജേന്ദ്രനെ രക്ഷിക്കാൻ അവരൊന്നും സമർത്ഥരായില്ല. കാരണം എന്താ? അവരൊന്നും ഈ ഗജേന്ദ്രൻ പറഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ സ്തുതിച്ച രീതിയിലുള്ള വിശേഷണങ്ങൾക്ക് യോഗ്യരല്ല. ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് അതിവേഗത്തിൽ വന്നു. അങ്ങനെ ചക്രായുധം കൊണ്ട് മുതലയെ വധിക്കുകയും ഗജേന്ദ്രനെ കൈകൊണ്ട് കരയ്ക്ക് കയറ്റുകയും ചെയ്തു. ഭഗവാന്റെ സ്പർശം കിട്ടുമ്പോഴേക്കും ഗജേന്ദ്രന് സാരൂപ്യമുക്തിയാണ്, ഭഗവാന്റെ രൂപമായിട്ട് തീർന്നു. അപ്പൊ ഭഗവാൻ ആ വന്നത് കണ്ടപ്പോൾ തന്നെ ഗജേന്ദ്രൻ അവിടെ താമരയുണ്ടത്രേ. ഓരോ മന്ത്രങ്ങൾ ചെല്ലുമ്പോഴും ഓരോ താമരപ്പൂവിങ്ങനെ പറിച്ചിങ്ങനെ സങ്കല്പിച്ച് അർച്ചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ മുന്നിൽ വന്നത്. അദ്ദേഹം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് താമര അർപ്പിക്കലും ഭഗവാൻ ആ തുമ്പിക്കൈ ഒന്ന് സ്പർശിക്കലും ഗജേന്ദ്രൻ ഭഗവാന്റെ അതേ സ്വരൂപമായിട്ട് തീരലും കഴിഞ്ഞു. അങ്ങനെ ഗജേന്ദ്രന് മുക്തി കിട്ടി എന്ന് മാത്രമല്ല, ആ മുതലയ്ക്കും മുക്തി കിട്ടി. ആ മുതല ഹൂഹു എന്ന് പേരായിട്ടുള്ള ഒരു ഗന്ധർവനായിരുന്നു. ദേവല മഹർഷിയുടെ ശാപം നിമിത്തമാണ് അദ്ദേഹം മുതലയായിട്ട് തീർന്നത്. എന്താ ദേവല മഹർഷി ശപിക്കാൻ കാരണം? ഈ ഗന്ധർവന് വെറുതെ ഒരു രസം തോന്നി. ഒരിക്കൽ ദേവലൻ സ്നാനം ചെയ്യാനായിട്ട് ഇങ്ങനെ നദിയിൽ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം ഊളിയിട്ട് പോയി കാല് പിടിച്ച് മരിച്ചു. മഹർഷി പേടിച്ചു. അപ്പൊ ഇയാള് വേഗം പൊന്തി വന്ന് ഹീ ഹീ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു. ഹൂഹു. അപ്പൊ മഹർഷി ശപിച്ചു, നിനക്ക് ഇതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മുതലയായിട്ട് പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മുതലയായിട്ട് തീർന്നത്. അപ്പൊ ഈ ഗജേന്ദ്രൻ ആരായിരുന്നു? എന്താണ് ഈ ആനയായിട്ട് തീരാൻ കാരണം? ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായിട്ടുള്ള ഒരു പാണ്ഡ്യരാജാവാണ്. വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ മലയ പർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സാധന ചെയ്യാണ്, പൂജയൊക്കെ ചെയ്യാണ്. ആ സമയത്ത് അഗസ്ത്യ മഹർഷി അവിടെ യദൃച്ഛയാ വന്നു. അഗസ്ത്യ മഹർഷി വന്നപ്പോൾ ഇദ്ദേഹം പൂജ ചെയ്യായിരുന്നത് കൊണ്ട് ഇദ്ദേഹം അറിഞ്ഞില്ല. പക്ഷെ അഗസ്ത്യൻ വിചാരിച്ചു അറിഞ്ഞിട്ടും അറിയാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ ആനയെ പോലെ സ്തബ്ധമതിയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെയാണ് ആനയായിട്ട് തീർന്നത് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞു.
ഭഗവാൻ പറഞ്ഞു, ഈ കഥ ആരാണോ കേൾക്കണത്, ആരാണോ എന്നെയോ ഗജേന്ദ്രനെയോ ത്രികൂടത്തെയോ അല്ലെങ്കിൽ പാലാഴിയെയോ ഒക്കെ സ്മരിക്കണത്, അവർക്കൊക്കെ ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇങ്ങനെ 4ാമത്തെ മന്വന്തരത്തിലെ ഗജേന്ദ്ര വംശം. 5ാമത്തെ മന്വന്തരം രൈവതം. 6ാമത്തെ മന്വന്തരത്തിലാണ് ചാക്ഷുഷ മന്വന്തരം എന്നാണ് പേര്. ആ മന്വന്തരത്തിലാണ് പാലാഴി മഥനം. ദുർവാസാവ് ദേവന്മാരെ ശപിച്ചു. ഇന്ദ്രനാണ് ആ ശാപം ഉണ്ടാവാനുള്ള കാരണം. ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ദുർവാസാവിന് ഒരു അപ്സരസിൽ നിന്ന് കിട്ടിയ മാല കയ്യിലുണ്ട്. വഴിക്ക് വെച്ച് ഇന്ദ്രനെ കണ്ടപ്പോൾ ഈ മാല പൂമാലയൊന്നും നല്ല മണമുള്ള പൂവൊന്നും ഋഷിമാര് അങ്ങനെ ധരിക്കാറ് പതിവില്ല. സമ്മാനം കിട്ടിയപ്പോൾ തൽക്കാലം മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദ്രനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഇത് യോജിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ദുർവാസാവ് ഇന്ദ്രന് സമ്മാനിച്ചു. അപ്പൊ ഇന്ദ്രൻ ആ മാല പിന്നെ കണ്ണാടിയൊക്കെ നോക്കി ഭംഗിയായിട്ട് ചാർത്താം, ചൂടാം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം മസ്തകത്തിൽ വെച്ചു ആനയുടെ. അപ്പോൾ വണ്ടുകളൊക്കെ വന്നു. ഇതിന്റെ ആ ഒരു ഗന്ധം കാരണം വണ്ടുകൾ വന്ന് മസ്തകത്തിന്റെ അവിടെ ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ ഇതുണ്ടാക്കിയപ്പോൾ, ശബ്ദമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആനയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആന ആ മാല തുള്ളിക്കൈ കൊണ്ടെടുത്ത് താഴെയിട്ട് ചവിട്ടി അയച്ചു. ദുർവാസാവ് ഇതാണ് കണ്ടു. അല്ലെങ്കിൽ തന്നെ ദുർവാസാവ് ചുണ്ടിയെടുക്കാൻ മുട്ടി നിൽക്കുന്ന ആളാണ്. ഇപ്പതാ മുമ്പിൽ വെച്ച് ഇത് ഇവന്റെ അഹങ്കാരമാണ്. അത് ശപിച്ചു. എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെടട്ടെ, നിങ്ങൾക്ക് സൗന്ദര്യവും യൗവനമൊക്കെ നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ദേവന്മാരൊക്കെ വൃദ്ധന്മാരായിട്ട് തീർന്നു. എല്ലാ ഐശ്വര്യവും പോയി. അസുരന്മാർ വേഗം സ്വർഗമൊക്കെ കീഴടക്കി. ബലിയാണ്. ദേവന്മാരെ സങ്കടപ്പെട്ടുകൊണ്ട് ബ്രഹ്മാവിനെ ആശ്രയിച്ചു. ബ്രഹ്മാവ് അവരെ കൂട്ടി പാലാഴി തീരത്ത് എന്ന് സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, ഈ ഒരു വഴിയുണ്ട്. ഈ പാലാഴി കടഞ്ഞ് അമൃത് എടുത്ത് അത് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവും. അതല്ലാതെ ഇപ്പോൾ വേറെ വഴിയുണ്ട്. അമൃത് കടയാൻ പോയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ പാല് കൊണ്ടുവച്ചാൽ കടയാൻ പറ്റും. തന്നെയാണ്. പ്രായം ആകെ ക്ഷീണാണ്. സാരില്ല. നിങ്ങളെല്ലാവരും കൂടി, കുറെ ആൾക്കാരുണ്ടല്ലോ, 33,000 കോടി എത്രയുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പരിശ്രമിക്കുക. പിന്നെ സഹായത്തിന് അസുരന്മാരെ വിളിക്കുക. അവരോട് പറയാ, അവർക്കും ഇത് ഈ അമൃതിന്റെ കുറച്ചൊക്കെ കിട്ടുന്ന അവർ ധരിക്കും. നിങ്ങൾ പറയൊന്നും വേണ്ട. അപ്പൊ ഇങ്ങനെ അസുരന്മാരോട് ഇവർ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. അവർ വിചാരിച്ചു, ബലി വിചാരിച്ചു, ഏതായാലും ഇവർക്ക് ശക്തിയൊന്നുമില്ല, അമൃത് കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവരെ പറ്റിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ അവർ സമ്മതിച്ചു. രണ്ടുപേരും കൂടി കടയാൻ തയ്യാറായി. അപ്പോഴാണ് കടകോലില്ല, കടകോല് വേണം. മന്ദരപർവ്വതത്തെ കടകോലായിട്ട് നിശ്ചയിച്ചു. ആരാണ് കൊണ്ടുവരിക? ദേവന്മാരും സഹായിച്ചു നോക്കി. പക്ഷേ കുറച്ചൊക്കെ ഒന്ന് പൊന്തിച്ചു എടുത്തിങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴേക്കും അത് കുറെ ആൾക്കാരുടെ മേലേക്ക് വീണു. കുറെ ആൾക്കാർ അതിൻ്റെ അടിയിൽ പെട്ടു. അവസാനം ഭഗവാൻ തന്നെ അത് സുഖമായിട്ട് മന്ദരപർവ്വതത്തെ എടുത്ത് പാലാഴിയിൽ കൊണ്ടുവച്ചു. ഇനി കയറ് വേണ്ട. വാസുകിയോട് പറഞ്ഞു കയറായിട്ട് ചുറ്റിക്കിടക്കാൻ. അങ്ങനെ വാസുകി മന്ദരപർവ്വതത്തെ ചുറ്റി ഇങ്ങനെ കിടന്നു. പിന്നെ തർക്കമായി, ആര് ഏത് ഭാഗം പിടിക്കണം. വാസുകിയുടെ തലയുണ്ട്, വാലുണ്ട്. ആര് വാല് പിടിക്കും, ആര് തല പിടിക്കും. അപ്പൊ ആർക്കും വാല് പിടിക്കാൻ താല്പര്യമില്ല. കാരണം യോഗ്യന്മാരാണല്ലോ. വാല് പിടിക്കാന്ന് പറഞ്ഞാൽ മോശാർത്ഥം ചൊല്ല. അയ്യോ, അവര് തമ്മിൽ നല്ല ദേവന്മാരും അസുരന്മാരും തമ്മിൽ. അവസാനം ദേവന്മാരോട് വാല് പിടിക്കാൻ പറഞ്ഞു. ആവശ്യക്കാരവരാണ്. ദേവന്മാര് ഗത്യന്തരമില്ലാതെ വാല് പിടിച്ചു. അസുരന്മാര് തല പിടിച്ചു. കടയാൻ തുടങ്ങിയപ്പോഴാണ് വേണ്ടിയിരുന്നില്ലാന്ന് അസുരന്മാർക്ക് തോന്നിയത്. കാരണം വിഷക്കാറ്റാണ് വരുന്നത്. അതിവേഗത്തിൽ അസുരന്മാര് ക്ഷീണിക്കുകയാണ്. ഇതിനിടയിൽ ഈ കടയാൻ തുടങ്ങിയപ്പോൾ കടകോലിങ്ങനെ താഴേക്ക് പോവാണ്. അപ്പോഴാണ് ഭഗവാൻ ആലോചിച്ചത്, അല്ല, ഗണപതിയെ നമ്മൾ പൂജിച്ചില്ല. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ. ഗണപതിയെ പൂജിക്കേണ്ടാണ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത്.
അപ്പൊ ഗണപതി പൂജയൊക്കെ ചെയ്തു. മാത്രമല്ല ഭഗവാൻ കൂർമ്മമായിട്ട് ആമയായിട്ട് അവതരിച്ച് താഴെ പാലാഴിയുടെ താഴെ സ്ഥിതി ചെയ്തു. ആ ആമയുടെ പുറന്തോടിന് മുകളിലാണ് പിന്നെ ഈ കടകോല് വന്ന് ഉരസണത് നടത്തും. പിന്നെ ഇങ്ങനെ കടയാം. എന്നാലും കടയുമ്പോഴും ഈ ദേവന്മാരും അസുരന്മാരും കടന്നിട്ടൊന്നും പാലാഴിയിൽ നിന്നും ഒന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഭഗവാൻ തന്നെ വലിയൊരു രൂപമെടുത്ത് അജിതൻ എന്ന പേര് അങ്ങനെ കടയാൻ ആരംഭിച്ചത്. വേറൊരു കഥയുണ്ട്, ബാലിയാണ് ഈ വാലും തലയും പിടിച്ച് കടഞ്ഞത് എന്ന്. ഇവിടെ അജിതൻ എന്ന പേരായിട്ട് ഭഗവാൻ ഒരു രൂപം എടുത്തു എന്നാണ്, പർവ്വതം പോലെ രൂപം. അങ്ങനെ വാസുകിയുടെ വാലും തലയും പിടിച്ച് ഭഗവാൻ കടയുന്നു. അതിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായത് കാളകൂട വിഷമാണ്. വിഷം ഉണ്ടായപ്പോൾ ആളുകൾക്ക് പേടിയായി. അപ്പൊ എന്താ വേണ്ടത്? അത് ഇതിപ്പോ നിർവീര്യമാക്കണമെങ്കിൽ മഹാദേവന് മാത്രമേ പറ്റുള്ളൂ. എല്ലാവരും ശിവനെ ആശ്രയിക്കാം. അങ്ങനെ എല്ലാവരും കൂടി ശിവന്റെ അടുത്ത പ്രാർത്ഥനയുമായിട്ടുണ്ട്. അപ്പൊ ശിവന് വലിയ കാരുണ്യം തോന്നി. ശിവൻ പാർവതിയോട് ചോദിച്ചു, ഇതാ ഞാൻ വിഷം കഴിക്കട്ടെ? ഇത് പറയുന്നുണ്ട്, ഇവരെ രക്ഷിക്കാം, വേറെ വഴിയൊന്നുമില്ല, ഞാൻ കഴിക്കട്ടെ എന്ന് ചോദിച്ചു. പാർവതിയോട് കഴിച്ചോളൂ. പ്രഭാവജ്ഞ അനുഭവബോധത, ഭഗവാന്റെ പ്രഭാവം അറിയാവുന്നത് കൊണ്ട് പാർവതി അനുഭവിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം കരതലീകൃത്യ, കരത്തിൽ മേടിച്ചു, കയ്യിൽ മേടിച്ച് ആ വിഷം കഴിച്ചു. വിഷം അങ്ങനെ ഇറങ്ങിയില്ല എന്നൊക്കെയാണ് പറയാറ്. നീലകണ്ഠനായിട്ട്, കണ്ഠത്തിൽ അങ്ങനെ നീല നിറമായിട്ട് പടർന്നു. പിന്നെ വീണ്ടും കടയുമ്പോൾ അതിൽ നിന്ന് അനേക വിശിഷ്ട വസ്തുക്കളുണ്ടായി. കൗസ്തുഭം എന്ന രത്നം, അതുപോലെ ഉച്ചൈസ്രവസ് എന്നുപേരായിട്ടുള്ള കുതിര, ഐരാവതം എന്ന ആന, ഇങ്ങനെ പലതും പലതും. അവസാനം ലക്ഷ്മി ദേവി ഉണ്ടായി. അപ്പൊ എല്ലാവരും ലക്ഷ്മിയുടെ പിന്നാലെ, അസുരന്മാരും ദേവന്മാരും സകലമാണ്. എല്ലാവർക്കും ലക്ഷ്മിയെ കിട്ടിയ കൊള്ളാവുന്നുണ്ട്. അതിസുന്ദരിയാണ്. ബ്രഹ്മാവ് വിചാരിച്ചു വേഗം കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ ഈ പിന്നെ ഒരു പ്രവൃത്തി നടക്കില്ല, എല്ലാവരും ഉള്ള പിന്നാലെ നടക്കും. അപ്പൊ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കണം നിശ്ചയിച്ചു. അങ്ങനെ ഭരണമാല്യം കൊടുത്തു. ആരെ പ്രതിച്ച് വെച്ചു. എല്ലാവരും നോക്കി, ആർക്കും യോഗ്യത പോരാന്നാണ് ലക്ഷ്മിയുടെ പക്ഷം. അവസാനം ഒരു താല്പര്യമില്ലാണ്ട് ഒരാളിരിക്കുന്നു, ഭഗവാൻ. പക്ഷെ മറ്റ് യോഗ്യതയൊക്കെ ഉണ്ട്. തന്നെ താല്പര്യമില്ല എന്നുള്ള ഒരു യോഗ്യത കുറവുണ്ടെങ്കിലും ബാക്കിയുള്ള യോഗ്യതയൊക്കെ തികഞ്ഞ ആളായത് കാരണം അദ്ദേഹത്തിനെ വരിച്ചു. ലക്ഷ്മി പരിണയം കഴിഞ്ഞു. വീണ്ടും കടയും. അപ്പോൾ മദ്യകലശവുമായിട്ട് വാരുണീ ദേവി പ്രത്യക്ഷ. അത് അസുരന്മാര് തട്ടിപ്പിടിച്ചു. പിന്നെയാണ് ധന്വന്തരി മൂർത്തി അമൃതകലശവുമായിട്ട് പ്രത്യക്ഷം. അതും അസുരന്മാർ തട്ടിപ്പിടിച്ചു. ദേവന്മാര് ഇതി കർത്തവ്യത മൂഢന്മാരായി എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയിട്ടാ ഇത്രയൊക്കെ കാത്തിരുന്നത്. അതിപ്പോ ശത്രുക്കളുടെ കയ്യിലായി. ഭഗവാനെ ആശ്രയിച്ചു. ദേവന്മാർക്കുള്ള ഏക ഗുണം ഇതാണ്, അവരെപ്പോഴും എന്ത് അബദ്ധം ചെയ്താലും അവര് ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഭഗവാൻ രക്ഷിക്കും. ഭഗവാന്റെ അടുത്ത് ചെന്നു. ഭഗവാൻ പറഞ്ഞു, ശരി, അതിനുണ്ട് ഉപായം. അങ്ങനെയാണ് യോഷിദ്രൂപം അനിർദ്ദേശം ദധാര പരമാത്മകം. അത്ഭുതമായിട്ടുള്ള പെൺവേഷം കിട്ടി ഭഗവാൻ. ഈ അസുരന്മാരെ അമൃതം എടുത്തു വെച്ചാലും അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ആസുരമായിട്ടുള്ള സ്വഭാവം. അവരെന്താ പറയുന്നത്? അഹംപൂർവം, അഹംപൂർവം, നത്വം, നത്വം ആണ്. ഞാനാദ്യം, ഞാനാദ്യം, നീയല്ല, നീയല്ല, എല്ലാവരും പറയാം. അങ്ങനെ തല്ലൂട്ടാണ്. ഈ അമൃതകലശം കിട്ടിയത് അവർക്ക് കഴിക്കാൻ പറ്റി. അപ്പോഴാണ് ഭഗവാന്റെ പെൺവേഷം. അങ്ങനെ അവരുടെ ഇടയിൽ കൂടെ നടക്കുമ്പോഴേക്കും അവര് അതിസുന്ദരിയായിട്ടുള്ള മോഹിനിയെ കണ്ട് മോഹിച്ചു. ആ മോഹിനിയോട് അവരെല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, നീ ഞങ്ങൾക്ക് ഈ അമൃത ഒന്ന് വിളമ്പി തരണം. അപ്പൊ മോഹിനി പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ കശ്യപന്റെ പുത്രന്മാരല്ലേ, നല്ല അറിവുള്ള ആൾക്കാരല്ലേ, നല്ല ജ്ഞാനികളല്ലേ, ഈ സ്ത്രീകളെയൊക്കെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുമോ? അത് ഇപ്പൊ കണ്ട എന്നെ എങ്ങനെ വിശ്വസിക്കാൻ പാടുമോ? ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞാൽ തന്നെ വിശ്വാസമാവും. അസുരന്മാർക്ക് അല്ല, ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിന്നെ കണ്ടാൽ അറിയാം. അപ്പോ പറഞ്ഞു, ശരി, എന്നാ നിങ്ങൾ നേരത്തെ ഇരുന്നോളൂ, തമ്പി തരാം. അങ്ങനെ
അസുരന്മാർ നിരന്നിരുന്നു. അങ്ങനെ വിളമ്പാൻ തുടങ്ങിയില്ല. പുറത്ത് ദേവന്മാരെ എത്തി. അസുരന്മാരോട് പറഞ്ഞു കണ്ണടച്ചിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ടാ ദേവന്മാരെ വിളിച്ച് അപ്പുറത്തിരുത്തി. അതിൻ്റെ ഇടയിൽ ദേവന്മാർക്ക് ഇലയൊക്കെ വെച്ചിട്ട് വിളമ്പി തുടങ്ങി. അപ്പോൾ ഒരസുരൻ എത്ര കഴിഞ്ഞിട്ട് ഈ ഇലയിൽ ഒന്നും കാണാനില്ല. തപ്പി നോക്കുന്നുണ്ട്. കണ്ണു തുറന്നാൽ നമ്മൾ പണങ്ങിയാലോ. കണ്ണു തുറന്നില്ല. ആൾക്കാരിങ്ങനെ തന്നെ തപ്പി നോക്കുന്നുണ്ട്. ഇലയിലൊന്നും കാണാനില്ല. ഒരാളിങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കിയപ്പോഴാണ് ദേവന്മാര് നല്ല അടിയ. അങ്ങനെ അദ്ദേഹം വിചാരിച്ചത് പറ്റിക്കലാണ്. അപ്പൊ ആളെന്ത് ചെയ്തു? ആളൊറ്റയ്ക്ക് മറ്റുള്ളവരോടൊന്നും പറഞ്ഞില്ല. ആളൊറ്റയ്ക്ക് എണീറ്റ് ദേവന്മാരുടെ പന്തിയിൽ പോയിരുന്നു. ഇരുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും നടുക്കാണ്. സ്വർഭാനു എന്ന അസുരനാണ് അവിടെ പോയിരുന്നത്. അങ്ങനെ ഭഗവാൻ വിളമ്പി സൂര്യന് വിളമ്പി, സ്വർഭാനുവിന് വിളമ്പി, ചന്ദ്രന് വിളമ്പിയപ്പോഴേക്കും സ്വർഭാനു അവിടെയും തന്റെ ആസുര ഗുണം കാണിച്ചു. വിളമ്പുമ്പോഴേക്കും എടുത്ത് കഴിക്കുകയും. പന്തിയിൽ ഇരിക്കുമ്പോഴൊക്കെ ഊണ് കഴിക്കാൻ പ്രത്യേക ഒരു സംസ്കാരമൊക്കെ വേണം അല്ലേ? ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുമിച്ച് ഊണ് കഴിക്കുക എന്നൊക്കെയുള്ള ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ബുഫേലൊന്നും മാത്രമല്ലാണ്. ഏതായാലും ഇത് അസുരനാണെന്ന് ഭഗവാൻ വേഗം മനസ്സിലാക്കി. അങ്ങനെ ചക്രായുധം കൊണ്ട് അവനെ വധിച്ചു. ആ സ്വർഭാനു അമൃത് കഴിക്കുകയും ചെയ്തു, എന്നാൽ കഴുത്ത് മുറിയുകയും ചെയ്തു. അപ്പൊ രണ്ടു ഭാഗവും ജീവിച്ചു എന്നാണ്. അതാണ് രാഹു കേതുക്കൾ. ഈ സൂര്യചന്ദ്രന്മാരാണ് കാണിച്ചു കൊടുത്തത് എന്നുള്ളത് കൊണ്ട് അവരെ ഗ്രഹിക്കാൻ ചെല്ലും. അതാണ് ഈ ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. എന്തായാലും ഇതോടുകൂടി അസുരന്മാരെ ഉണർന്നു. കണ്ണൊക്കെ തുറന്നു നോക്കിയോ ഇത് വഞ്ചനയാണെന്ന് മനസ്സിലായി. വഞ്ചയനുപസഞ്ചരൈ എന്നൊക്കെയാണ്. മോഹിനി വഞ്ചിച്ചതാണ് മനസ്സിലായി. യുദ്ധം, ദേവാസുരന്മാർ യുദ്ധം. ദേവന്മാർ അപ്പോഴേക്കും അമൃത് കഴിച്ചതുകൊണ്ട് അവർക്ക് നല്ല ശക്തി കിട്ടി. അസുരന്മാരുമായിട്ടുള്ള യുദ്ധം. അസുരന്മാർ മരിച്ചാലും മൃതസഞ്ജീവനി ഉണ്ടല്ലോ ശുക്രമഹർഷിയുടെ കയ്യിൽ. അതുകൊണ്ട് അവർ വീണ്ടും ജീവിച്ചു. കുറെ അസുരന്മാരെ കൊന്നു എന്നൊക്കെ പറയും. പക്ഷെ അവരൊക്കെ വീണ്ടും ജീവിക്കും. അവസാനം പിന്നെ നാരദ മഹർഷിയൊക്കെ ഇടപെട്ട് ആ യുദ്ധം അവസാനിപ്പിച്ചു. ഇതിനിടെ കുറെ കഴിഞ്ഞിട്ടാണ് നാരദ മഹർഷി പറഞ്ഞിട്ട് ഭഗവാന്റെ ഈ മോഹിനി അവതാരത്തെ കുറിച്ച് ശിവൻ അറിയണത്. അങ്ങനെ ശിവൻ ഭഗവാന്റെ മോഹിനി വേഷം കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വൈകുണ്ഠത്തിൽ പാർവതിയോടുകൂടി ചെന്നു. അങ്ങനെ ഭഗവാൻ ശിവന്റെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഒരു മോഹിനി വേഷം കിട്ടി. അപ്പോഴാണ് ശിവൻ പോലും മോഹിച്ച് ആ മോഹിനിയിൽ ശാസ്താവ് ഉണ്ടായത് അയ്യപ്പൻ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പൊ ശിവനെ പോലും മോഹിപ്പിച്ച ഒരു മോഹിനി വേഷമാണ് ഭഗവാന്റേത് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭഗവാന്റെ മായ എന്ന് പറയണത് അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അത്ര ഭയങ്കരമാണ്. നമ്മളിപ്പോ ആരെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഇപ്പൊ തത്വമൊക്കെ മനസ്സിലായി, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ത് വന്നാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വലിയ അബദ്ധാവും എന്നർത്ഥം. പിന്നീട് 14 മന്വന്തരങ്ങളെ കുറിച്ച് ചുരുക്കി പറഞ്ഞു. അതിനുശേഷം 7ാമത്തെ മന്വന്തരത്തിൽ, അതായത് ഇപ്പോൾ ഉള്ള മന്വന്തരത്തിൽ ഉണ്ടായ വാമനാവതാരത്തെ കുറിച്ച് പറഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടു മഹാബലിയുടെ ചരിത്രം. അങ്ങനെയാണ് അത് പറയാൻ ആരംഭിച്ചത്. അതിഥിയാണ് ദേവന്മാരുടെ അമ്മ. അതിഥിക്ക് വലിയ ദുഃഖം. എന്താ? തൻ്റെ മക്കൾക്ക് സ്വർഗം നഷ്ടമായിരിക്കുന്നു. ബലിയുടെ കാലമാണ്, മഹാബലി ഭരിക്കുന്ന കാലമാണ്. മഹാബലിയുടെ യോഗ്യത കൊണ്ട് അദ്ദേഹം 3 ലോകങ്ങളെയും അടക്കി ഭരിക്കുകയാണ്. ആ മഹാബലി അത്രയും ഗുണസമ്പന്നനാണ്. മാത്രമല്ല ഗുരുനാഥന്മാരുടെ അനുഗ്രഹം വേണ്ടുവോളം. അതുകൊണ്ട് ദേവന്മാർക്ക് അടുക്കാൻ പറ്റില്ല. അപ്പോ തൻ്റെ പുത്രന്മാർക്ക് ഒരു ക്ഷേമമുണ്ടാവണം എന്ന് നിശ്ചയിച്ച് ഒരിക്കൽ തൻ്റെ ഭർത്താവായിട്ടുള്ള കശ്യപനോട് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ പുത്രന്മാരെ ഉയർത്താൻ പാകത്തിന് മറ്റൊരു പുത്രൻ ഉണ്ടാവണം, യോഗ്യനായിട്ടൊരു പുത്രൻ ഉണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്, അതിനനുഗ്രഹിക്കണം. അപ്പോഴാണ് പയോവ്രതം ഉപദേശിച്ചത്. 12 ദിവസമേ വേണ്ടൂ. പാലാണ് പ്രധാന ദ്രവ്യം.
അതുകൊണ്ട് ഭഗവാനെ വിഷ്ണുവിനെ ആരാധിക്കാം. പ്രാർത്ഥനകളും എങ്ങനെയൊക്കെയാണ് നിഷ്ഠ എന്നൊക്കെ പറഞ്ഞു. പയോവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. താൻ തന്നെ പുത്രനായിട്ട് അവതരിക്കും എന്ന് അതിഥിയോട് പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാൻ ചിങ്ങമാസത്തിൽ തിരുവോണനാളിൽ വാമനനായിട്ട് അവതരിച്ചത്. കൃഷ്ണാവതാരം പോലെ തന്നെ എല്ലാ കലകളോടും കൂടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. പിന്നെ സാധാരണ ശിശുവായിട്ട് തീർന്നു. ആ ഭഗവാന്റെ ഉപനയനമൊക്കെ അതികയമായിട്ടാണ് നടന്നത്. സാക്ഷാൽ സവിതാവ് തന്നെ വന്ന് ഗായത്രി ഉപദേശിച്ചു എന്നൊക്കെ പറയും. ഓരോ വിശിഷ്ടങ്ങളായിട്ടുള്ള ആ ഉപനയനത്തിന് ഒരു ബ്രഹ്മചാരിക്ക് വേണ്ട വസ്തുക്കളൊക്കെ ഓരോരോ ദേവതകളാണ് വന്ന് സമർപ്പിക്കുന്നത് എന്നാണ്. അങ്ങനെ ബ്രഹ്മചാരിയായിട്ട് തീർന്ന വാമനൻ മറ്റ് ബ്രഹ്മചാരികളോടുകൂടി ബ്രഹ്മചാരി ഭിക്ഷയെടുത്താണ് ജീവിക്കേണ്ടത് എന്നുണ്ട്. അങ്ങനെ വാമനൻ ഗൃഹത്തിൽ നിന്നിറങ്ങി നർമ്മദാ നദീ തീരത്ത് മഹാബലി വലിയൊരു യാഗം നടത്തുന്നുണ്ട്. ആ യാഗശാലയിലേക്കാണ് ചെന്നത്. അപ്പൊ അകലെ നിന്ന് മഹാബലി കണ്ടു, ഇങ്ങനെ ഒരു കുമാരൻ, ബ്രാഹ്മണകുമാരൻ വരുന്നു, കൂടെ കുറെ ആൾക്കാരുണ്ട്. കണ്ടപ്പോ തന്നെ എന്തോ ഒരു ദിവ്യമായിട്ടുള്ള തേജസ് എന്ന് തോന്നി. മഹാബലി ഉചിതമായിട്ട് സ്വീകരിച്ചു. നല്ല രീതിയിലൊക്കെ ഉപചാരപൂർവ്വം സംഭാഷണം ചെയ്തു. പിന്നെ പറഞ്ഞു, അങ്ങ് ബ്രഹ്മചാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബ്രഹ്മചാരി ഭിക്ഷയെടുത്താണല്ലോ ജീവിക്കുക. അങ്ങക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ധനം വേണമെങ്കിൽ ധനം, അല്ല കുതിരകളെ വേണോ കുതിരകള്, പശുക്കളെ വേണോ പശുക്കള്. അതല്ല ഇനിയിപ്പോ ബ്രഹ്മചര്യം കഴിഞ്ഞ് സമാവർത്തനം ചെയ്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കന്യകമാരെ വേണോ അത് ചോദിക്കാം. എന്ത് വേണമെങ്കിലും അങ്ങക്ക് ചോദിക്കാം എന്ന് മഹാബലി. ഭഗവാൻ പറഞ്ഞു, കുലോചിതമാണ് അങ്ങയുടെ വാക്കുകൾ. അങ്ങ് ആരുടെ പുത്രനാണ്? വിരോചനന്റെ പുത്രനാണ്. അതികേവനാണ്, മഹായോഗ്യനാണ്. വിരോചനൻ പ്രഹ്ലാദന്റെ പുത്രനാണ്, മഹാഭക്തൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ ഹിരണ്യകശിപു. എന്താ യോഗ്യതയ്ക്ക് കുറവ്? അതുകൊണ്ട് അങ്ങ് കുലോചിതമായിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയാൻ കഴിയണ്ടേ? അത് തന്നെ അങ്ങയുടെ യോഗ്യതയെ സൂചിപ്പിക്കുന്നു. പക്ഷേ എനിക്ക് വളരെ ചുരുങ്ങിയ ഒരു ആവശ്യമുള്ളൂ. എന്റെ കാലടി കൊണ്ട് 3 അടി മണ്ണ്, ഇത്രേ എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് തന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. മഹാബലി പൊട്ടിച്ചിരിച്ചു. 3 അടി മണ്ണോ? ഞാനിങ്ങനെയല്ല വിചാരിച്ചത്. കണ്ടാൽ കുട്ടിയാണെങ്കിലും നല്ല ബുദ്ധി സാമർഥ്യവും അറിവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ത്വം ബാലോ ബാലിശ മതി. നിന്റെ ബുദ്ധി ആ കുട്ടി ബുദ്ധിയാണ്. നിനക്ക് ചിന്തിക്കാൻ കഴിവില്ല. നിനക്ക് ഇപ്പോ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും നാളെ വലുതായി കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചാൽ പിന്നെ എത്രയാ ആവശ്യങ്ങള് എന്ന് കണക്കില്ലാണ്ടാവും. അപ്പോ ബുദ്ധിയുള്ള ആള് എന്ത് ചെയ്യണം? ഭാവിയെ മുൻനിർത്തി കണ്ടുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. അപ്പൊ എന്നെ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ത്രിഭുവനങ്ങളെയും, ഈശ്വരം എന്നാണ്, ഞാൻ ഈശ്വരനാണ് എന്നാണ് പറയുന്നത്. 3 ലോകങ്ങളെയും ഭരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കേണ്ട ചോദ്യം ഇതാണോ? 3 അടി മണ്ണ്, അതിവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ച് ചോദിക്കൂ. നാളെ ഇനി എന്തായാലും എനിക്ക് ഈ 3 അടിയിൽ നീണ്ടു നിവർന്ന് കിടക്കാൻ തന്നെ പറ്റില്ല. നാളെ ഈ വേറൊരാളോട് ഭിക്ഷ യാചിക്കേണ്ടി വരും. അന്ന് അയാൾ ചോദിക്കുകയാണ്, ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഒരു 3 അടി മണ്ണുണ്ട്. അതാരാ തന്നത്? മഹാബലി. മഹാബലി ഇത്ര ഇയാൾ വലിയ ദാനധർമ്മേഷനാണെന്നാണല്ലോ കേട്ടത്. ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ എനിക്കാണ് അതിന്റെ പോരായ. അതുകൊണ്ട് നീ മാറ്റി ചോദിച്ചോളൂ എന്ന് പറയാണ്. ഭഗവാൻ പറയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ എത്ര കിട്ടിയാലും തൃപ്തിപ്പെടില്ല. ഞാൻ സന്തോഷം ശീലമാക്കിയവനാണ്. ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശീലിച്ചവനാണ്. എനിക്ക് ഇപ്പൊ തന്നെ തൃപ്തിയാണ്. പിന്നെ 3 അടി മണ്ണ്, അതൊരു ആവശ്യത്തിന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
അതല്ലാതെ എനിക്ക് ഇത് കിട്ടിയിട്ടേ ഞാൻ തൃപ്തിയാവും എന്ന് വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വേണ്ട, ഇത് തരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ തന്നാ മതി. ഇനിയിപ്പോൾ രക്ഷയില്ല. മഹാബലി ശരി എന്ന് പറഞ്ഞു. ശുക്ര മഹർഷി പറഞ്ഞു, എടാ വിഡ്ഢി, ഇത് ആരാധിച്ചിട്ടാണ്? ഇത് സാക്ഷാൽ ഭഗവാനാണ്. ഈ ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വന്നിരിക്കുകയാണ്, നിന്നെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ വാക്ക് നീ കൊടുക്കാന്നിപ്പോ പറഞ്ഞല്ലോ, പറ്റില്ല എന്ന് പറഞ്ഞോളൂ. കാരണം പറ്റിക്കാൻ വന്നൊരാളോട് സത്യസന്ധത ഒന്നും കാണിക്കണ്ട എന്നാണ്. ഇങ്ങനെ പല രീതിയിലും പറഞ്ഞു കൊടുത്തു. പക്ഷെ മഹാബലി സത്യത്തിൽ നിന്ന് വ്യതിചരിക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. സാക്ഷാൽ ഭഗവാനാണ് വന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഭഗവാന്റെയാണ്. അത്ര യോഗ്യനാണ്, ഭക്തനാണെന്ന് അർത്ഥം. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്. മഹാത്മാക്കൾ പറയാറുണ്ട്, 3 ബ്രഹ്മജ്ഞാനികൾ ചേർന്ന് നടത്തിയ ഒരു നാടകമാണ് ഈ മഹാബലിയുടെ ഈ ചരിതം എന്നുള്ളത്, വാമനാവതാര ചരിതം എന്നുള്ളത്. വാമനൻ സാക്ഷാൽ ബ്രഹ്മൻ തന്നെ, ശുക്രമഹർഷി മറ്റൊരു ബ്രഹ്മജ്ഞാനി, ബലി മറ്റൊരു ബ്രഹ്മജ്ഞാനി. അപ്പൊ ശുക്രമഹർഷി വേണ്ട എന്ന് പറഞ്ഞു വെച്ചാലും ഇദ്ദേഹം ദാനം ചെയ്യാൻ പുറപ്പെടുകയാണ്. അങ്ങനെ വിദ്യാവലിയോടുകൂടി ഭാര്യ വിദ്യാവലിയോടുകൂടി ഭഗവാന്റെ കാല് കഴിപ്പിച്ചു. അപ്പോഴേക്കും ഭഗവാൻ വളർന്നു. ഭഗവാൻ എത്ര വളർന്നു എന്ന് വെച്ചാൽ സത്യലോകത്തിലെ അദ്ദേഹത്തിന്റെ ആ പാദങ്ങൾ അത്ര വളർന്നു. അതിന്റെ മുളയ്കളൊന്നും കാണാനില്ല. ത്രിവിക്രമനായി. അങ്ങനെ കാല് കഴുകി ദാനം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും മഹാബലി ശപിക്കുകയൊക്കെ ചെയ്തു. ഭഗവാൻ നമ്മൾ കഥയിൽ കേട്ടതുപോലെ 2 അടി കൊണ്ട് സകലതും അളന്നെടുത്തു. 3ാമത്തെ അടിക്ക് കൊടുക്കാനായിട്ട് മഹാബലിയുടെ കയ്യിലൊന്നുമില്ല. അസുരന്മാര് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. തങ്ങളുടെ രാജാവിനെ ചതിയിൽപ്പെടുത്തിയത് മഹാബലി വിളിച്ചു പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാലം ആയിക്കഴിഞ്ഞാൽ ഉണ്ടായതൊക്കെ നഷ്ടപ്പെടും. മരണം മുന്നിൽ വരുമ്പോ എന്ത് പരാക്രമം കാണിച്ചാലും പൂവന്നെ ചെയ്യും. അതുപോലെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ കാലസ്വരൂപനും കൂടിയാണ്. അതുകൊണ്ട് യുദ്ധത്തിനൊന്നും പുറപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അസുരന്മാരെയൊക്കെ അദ്ദേഹം തടഞ്ഞു. ഗരുഡൻ വന്ന് ഈ ബലിയെ ബന്ധിച്ചു. ഭഗവാൻ ചോദിച്ചു മഹാബലിയോട്, എവിടെ 3ാമത്തെ അടി? മഹാബലിയുടെ ആ സമചിത്തത, അതാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഒരു, എന്താണ് ഈ ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സമചിത്തത. ഇതുവരെ ഈ നിമിഷം വരെ അദ്ദേഹം 3 ലോകങ്ങൾക്കും അധിപതിയായിരുന്നു. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ സമചിത്തത അത് നഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മുമ്പ് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും വളരെ ശാന്തനാണ്. അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, എന്റെ വാക്ക് സത്യമാക്കി തീർക്കേണ്ടത് അങ്ങയുടെ ബാധ്യതയാണ്. എന്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങ് പ്രഹ്ലാദനോട് കൊടുത്ത വാക്കുണ്ട്. പ്രഹ്ലാദൻ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ? അദ്ദേഹത്തിന്റെ കുലത്തിൽ വന്ന് ജനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് ആ ചെറിയ രൂപമെടുത്ത് അങ്ങയുടെ ആ ചെറിയ കാലം കൊണ്ട് എന്റെ ശിരസിൽ വെക്കൂ. അങ്ങനെ എന്നെ തന്നെ 3ാമതായിട്ട് സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ 3ാമതായിട്ട് ശിരസിൽ കാലുവെച്ച് പാതാളത്തിലേക്ക് തോന്നിത്താഴ്ത്തുന്നു പറയുന്നില്ല, കാലുവെച്ച് അനുഗ്രഹിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പൊക്കോളൂ, അങ്ങ് സുതലം സ്വർഗീഭി പ്രാർത്ഥ്യം എന്നാണ്, സുതല ലോകത്തേക്ക് പൊക്കോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. നിത്യം അങ്ങയുടെ കാവൽക്കാരനായിട്ട് ഗതാപാണിയായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. പ്രഹ്ലാദനും മറ്റ് അസുരന്മാരും ഒക്കെ ആയിട്ട് അങ്ങ് അവിടെ താമസിക്കൂ. അത് മോശപ്പെട്ട രാജ്യമല്ല,
മോശപ്പെട്ട സ്ഥലമല്ല. സ്വർഗിഭി പ്രാർത്ഥ്യം, സ്വർഗത്തേക്കാൾ സുന്ദരമാണെന്നർത്ഥം. അങ്ങനെയുള്ള സുന്ദര ലോകത്തേക്ക് ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്നു എന്നാണ് പറയേണ്ടത്. എന്ന് മാത്രമല്ല, അടുത്ത മന്വന്തരത്തിൽ ഈ ബലിയാണ് ഇന്ദ്രനാവുക, 8ാമത്തെ മന്വന്തരം. ഇങ്ങനെയൊക്കെയാണ് ആ കഥ. ഇങ്ങനെയുള്ള മഹാബലിയുടെ ചരിതം. അവിടെ പ്രഹ്ലാദൻ വന്ന് സ്തുതിക്കുന്നുണ്ട്, വിദ്യാവലി വന്ന് സ്തുതിക്കുന്നുണ്ട്. ഈ മഹാബലി ചരിതം, വാമനാവതാര ചരിതം ഓരോ ദേവകാര്യങ്ങൾ നടക്കുമ്പോഴും പിതൃ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ പാരായണം ചെയ്യണതും ശ്രവിക്കണതും ഒക്കെ വളരെ വിശേഷമാണ് എന്നെടുത്ത് പറഞ്ഞു. പിന്നെ മത്സ്യമായിട്ട് അവതരിച്ച കഥ പറഞ്ഞു. സത്യപ്രദൻ എന്ന രാജാവ് 6ാമത്തെ മന്വന്തരത്തിന്റെ അവസാനത്തിൽ ഭൂമിയെ ഭരിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ തർപ്പണം ചെയ്യാനായിട്ട് കൃതമാലാ നദിയിൽ ചെന്നു. വെള്ളമെടുത്തപ്പോൾ ഒരു ചെറിയ മീൻ. അങ്ങനെ അദ്ദേഹം എത്ര തവണ മാറി മാറി എടുത്തിട്ടും ആ മത്സ്യം കയ്യിൽ നിന്ന് പോയില്ല. അങ്ങനെ ആ മത്സ്യം പിന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം പോരാൻ തുടങ്ങിയപ്പോൾ ആ മത്സ്യം പറഞ്ഞത്രേ, എന്നെ രക്ഷിക്കൂ, എനിക്കിവിടെ പേടിയാണ്, ഇവിടെ കുറേ വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പറഞ്ഞപ്പോൾ വേഗം എന്നെ ഒരു കമണ്ടലുവിൽ എടുത്ത് കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും അത് ആ കമണ്ടലുവിൽ നിറഞ്ഞു. എന്നെ വേറെ എവിടെയെങ്കിലും മാറ്റണം എന്നായി. അങ്ങനെ വേറെ കുറച്ചുകൂടി വലിയ ഒരു പാത്രത്തിലേക്കായി, പിന്നെ വേറെ ജലാശയത്തിലേക്കായി. അങ്ങനെ മാറി 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 അവസാനം എവിടെയും കൊള്ളാതെ സമുദ്രത്തിൽ തന്നെ കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെ കൊണ്ടിട്ട് പോരാൻ തുടങ്ങിയപ്പോൾ രാജാവിനോട് പറഞ്ഞു, അങ്ങ് എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ രാജാവിന് മനസ്സിലായി സാക്ഷാൽ ഭഗവാന്റെ ലീലയാണ്, അങ്ങ് സാക്ഷാൽ ഭഗവാനല്ലേ എന്നൊക്കെ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇന്നേക്ക് 7ാം ദിവസം പ്രളയം സംഭവിക്കും, അന്ന് എല്ലാം മുങ്ങിപ്പോകും. അങ്ങ് ഒരു കാര്യം ചെയ്യണം, എല്ലാ മറ്റേ വൃക്ഷലതാദികളുടെയും വിത്തുകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് അങ്ങ് സപ്തഋഷികൾ കൊണ്ടുവരുന്ന തോണിയിൽ കയറണം. ആ തോണി പ്രളയജലത്തിൽ ഇങ്ങനെ ഇളകുമ്പോൾ എന്നെ സ്മരിക്കണം. അപ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെടും ആ പ്രളയജലത്തിൽ. എൻ്റെ മുമ്പിൽ ആ തോണിയെ കെട്ടിയിട്ട് പ്രളയകാലത്ത് അങ്ങനെ എന്താ പറയുക, പ്രളയത്തെ തരണം ചെയ്യണം എന്ന് പറയും. അതുപോലെയൊക്കെ ചെയ്തു. 7ാം ദിവസം പ്രളയം വന്നു. സപ്തഋഷികൾ തോണി കൊണ്ടുവന്നു. രാജാവ് അതിൽ കയറി. അങ്ങനെ മത്സ്യമൂർത്തിയുടെ കൊമ്പിൽ ബന്ധിച്ചു. സുഖമായിട്ട് പ്രളയകാലത്ത് അങ്ങനെ കഴിഞ്ഞു. ആ സമയത്ത് മത്സ്യമൂർത്തിയുമായിട്ട് ഈ രാജാവിൻ്റെ സംഭാഷണം, അതാണ് മത്സ്യപുരാണം എന്നൊക്കെ പേരിൽ സിദ്ധമായത്. മത്സ്യമൂർത്തിയെ സ്തുതിക്കണതൊക്കെ ഉണ്ട്. ഇങ്ങനെ മത്സ്യാവതാര കഥയോടുകൂടി 8ാമത്തെ സ്കന്ധം കഴിഞ്ഞു. 9ാമത്തെ സ്കന്ധത്തിൽ സൂര്യവംശ സോമവംശ രാജാക്കന്മാരുടെ കഥകളാണ്. ഇതിൽ ധാരാളം രാജാക്കന്മാരുടെ കഥകളുണ്ട്. ഈ സത്യവ്രതനാണ് അടുത്ത മന്വന്തരം ആയപ്പോൾ മനുവായിട്ട് നിന്നത്. അദ്ദേഹം വിവസ്വാന്റെ പുത്രനാണ്. അതുകൊണ്ട് വൈവസ്വതൻ എന്ന് പേര്, ശ്രാദ്ധദേവൻ എന്ന് മറ്റൊരു പേര്. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ശ്രദ്ധ എന്നാണ്. ഇവർക്ക് കുട്ടികളുണ്ടായില്ല ആദ്യം കുറേ കാലം. അങ്ങനെ വസിഷ്ഠന്റെ നേതൃത്വത്തിൽ യാഗം ചെയ്തു. അങ്ങനെയാണ്. അപ്പോ ഋത്വിക്കുകളോട് ഇദ്ദേഹത്തിന്റെ പത്നി ശ്രദ്ധാദേവി പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയെ വേണ്ടത്. അങ്ങനെ അങ്ങനെ സങ്കല്പിച്ച് ഹോമമൊക്കെ ചെയ്തു. ഒരു പെൺകുട്ടി ഉണ്ടായി. ഈ പെൺകുട്ടിയെ വസിഷ്ഠൻ രാജാവിന്, ഈ മനുവിന് കൊടുത്തു, ഈ ശ്രാദ്ധദേവൻ. ശ്രാദ്ധദേവൻ പറഞ്ഞു, എന്തോ നിങ്ങൾക്ക് പഴച്ചിട്ടുണ്ടല്ലോ, ഞാൻ ആൺകുട്ടിയാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ആരോട് പറഞ്ഞിട്ടില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങയുടെ പത്നി പറഞ്ഞു പെൺകുട്ടിയെ വേണ്ടത്. ഞങ്ങൾ അതനുസരിച്ച് മന്ത്രമൊക്കെ ചൊല്ലി, അതുകൊണ്ടാണ് പെൺകുട്ടി ഉണ്ടായത്. അല്ല, എനിക്ക് ആൺകുട്ടിയെ വേണം. ശരി, എന്നപ്പോൾ ആൺകുട്ടിയാക്കാം. അങ്ങനെ എന്തോ മന്ത്രം ചൊല്ലി ആൺകുട്ടിയെ. അപ്പോൾ പെൺകുട്ടിയായപ്പോ ഇള എന്ന് പേര്, ആൺകുട്ടിയായപ്പോ സുദ്യുമ്നൻ എന്ന് പേര്. അപ്പോൾ രാജാവിന് സന്തോഷമായി. അങ്ങനെ സുദ്യുമ്നൻ വളർന്ന് വലുതായി യുവരാജാവൊക്കെയായി. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം നായാട്ടിന് പോയി. കുതിരപ്പുറത്തേറി ഒരു പ്രത്യേക കാട്ടില് പോവാണല്ലോ. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം പെണ്ണായിട്ട് മാറി. കുതിരകളും പെണ്ണായി, കൂടെയുള്ളവരൊക്കെ പെണ്ണുങ്ങളായി. എന്താ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പരീക്ഷിച്ച്
ഇപ്പൊ പറഞ്ഞു ഇത് ഇളാവൃതമാണ്. ഇളാവൃതത്തിൽ അങ്ങനെയാണ്. ഈ മഹാദേവൻ പാർവതിയുമായിട്ട് ഇടയ്ക്ക് വന്നിരിക്കാറുള്ള സ്ഥലമാണ് ഇളാവൃതം. ഒരിക്കൽ അവിടെ ഇങ്ങനെ വന്നിരുന്ന് അവരിങ്ങനെ പല ലീലകളും ചെയ്യുമ്പോൾ മഹർഷിമാര് മഹാദേവനെ അന്വേഷിച്ച് അവിടെ എത്തി. ഇത് പാർവതിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അന്ന് മഹാദേവൻ പറഞ്ഞതാണ്, ഇവിടെ ഇനി ആണുങ്ങൾ ആയിട്ട് വേറെ ആരും പ്രവേശിക്കില്ല, പ്രവേശിച്ചാൽ അവരൊക്കെ പെണ്ണാകും. അപ്പൊ ഇളാവൃതത്തിന്റെ പ്രത്യേകത അവിടെ ആണായിട്ട് മഹാദേവൻ മാത്രമേ, ബാക്കിയുള്ളവർക്ക് അവിടെ നിന്നാ പെണ്ണാകും. ഇതൊന്നും അറിയാതെയാണ് ഈ സുന്ദരൻ കൂട്ടുകാരാണ്. ഇനിയിപ്പോ ആണായിട്ട് അവിടുന്ന് മീശ തിരിച്ച് പോകുന്നതാ, തിരിച്ച് പോകാൻ പറ്റുമോ പെണ്ണായിട്ട്? അതുകൊണ്ട് അവിടെ തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിച്ചു പോയി. അങ്ങനെ ആ കാട്ടിലിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഇളാവൃതത്തിന്റെ ബോർഡറിന്റെ അപ്പുറത്ത് ഒരു അടുത്ത ഒരു നല്ല വീടൊക്കെ ഉണ്ട്. അവിടെ അതിസുന്ദരനായിട്ടുള്ള ബുധൻ എന്നാ പേര്. അയാള് ഈ സുദ്യുമ്നൻ പെണ്ണായപ്പോ ഇള എന്നാണ്. ആ ഇളയെ കണ്ടപ്പോ അയാൾക്കും ഇഷ്ടമായി. നല്ല സൗന്ദര്യമാണ്. ചിലരൊക്കെ എങ്ങനെയുള്ളൂ, പെൺവേഷം കെട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മാറി. അതാണ് ഇള, അതിസുന്ദരിയാണ്. അപ്പോ ഇയാൾ ഇങ്ങോട്ട് കിടന്നാലേ കുഴപ്പമുള്ളൂ. ഇള അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ആണാവുന്നില്ല. അതുകൊണ്ട് വിള ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അവസാനം എന്തിനു പറയുന്നു, വിള ഗർഭിണിയായി. അങ്ങനെ ഉണ്ടായ പുത്രനാണ് അയളൻ പുരൂരവസ് എന്ന മറ്റൊരു പേര്. അവിടെ നിന്നാണ് ചന്ദ്രവംശം ആരംഭിക്കുക എന്നർത്ഥം. അപ്പൊ കുട്ടിയെ, ഈ മകനെ കാണാതെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, അദ്ദേഹം ദിവ്യദർശിയാണല്ലോ, അദ്ദേഹം പറഞ്ഞു, ഇളാവൃതത്തിൽ ചെന്ന് കഴിയുമ്പോൾ പെണ്ണായിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പോരാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. അയ്യോ, എനിക്ക് മകനെ തിരിച്ചു കിട്ടണം. വസിഷ്ഠൻ മഹാദേവനോട് പ്രാർത്ഥിച്ചു. മഹാദേവൻ അനുഗ്രഹിച്ചു. ശരി ആയിക്കോട്ടെ, ഒരു ഇളവ് കൊടുക്കാം. പാർവതിക്ക് കൊടുത്ത വാക്കാണ്, പക്ഷെ എന്നാലും അതിൽ ചെറിയൊരു ഇളവ്. മാസം കുമാൻ മാസം സ്ത്രീ, ഇങ്ങനെയാണ്. ഒരു മാസം ആണായിട്ടും ഒരു മാസം സ്ത്രീയായിട്ടും ഇടവിട്ടിങ്ങനെ ഇരിക്കാനുള്ള ഒരു അനുഗ്രഹം മഹാദേവൻ കൊടുത്തു. ഇങ്ങനെ ആണായി ഇദ്ദേഹം തിരിച്ചു വന്നു. അവിടെ വന്നിട്ട് എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ അടുത്ത മാസം 1-ാം തീയതി ആയപ്പോൾ കണ്ടു. ഇങ്ങനെ മാസം മാറി ആണായപ്പോൾ അദ്ദേഹം കുറെ വിവാഹം ചെയ്തു, ഭാര്യമാരുണ്ട്. പെണ്ണാവുമ്പോൾ അറിയില്ല ഭർത്താക്കന്മാരുണ്ടോ. ഏതായാലും ആ ജീവിതം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മടുത്തു. ആൾക്കാരെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ആണും പെണ്ണും കെട്ടവനാണല്ലോ നമ്മുടെ രാജാവാൻ പോകുന്നത്. അദ്ദേഹം മടുത്ത് അദ്ദേഹം പോയി. വീണ്ടും ഈ മനുവിന് പുത്രനില്ലാത്ത ദുഃഖം. അദ്ദേഹം ഘോരമായിട്ട് തപസ് ചെയ്യണം. അങ്ങനെയാണ് 10 പുത്രന്മാർ ഉണ്ടായത്. ഇക്ഷ്വാകു, മൃഗൻ, ചര്യാദി, ദിഷ്ടൻ, ധൃഷ്ടൻ, ഗരുഷകൻ, കുഷധ്വൻ എന്നൊക്കെ തുടങ്ങി പുത്രന്മാരുടെ പേര്. ഇതിലെല്ലാവരുടെ കഥകൾ ഇങ്ങനെ കുറെ ഉണ്ട്. ഈ വംശത്തിൽ ധാരാളം കഥകളുണ്ട്. ശര്യാദി എന്നു പേരായിട്ടുള്ള പുത്രൻ, അദ്ദേഹത്തിന്റെ മകളാണ് സുകന്യ. ഒരിക്കൽ ഈ മകളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ശര്യാദി നായാട്ടിന് പോയി കാട്ടില്. അപ്പൊ ഇവര് നായാടുമ്പോ ഈ കുട്ടികള് അവിടെ കളിച്ചുകൊണ്ട് കിടക്കണം. അറിയാതെ ഒരു കൗതുകത്തിന് ഒരു പുറ്റിൽ രണ്ടിങ്ങനെ ഗോളങ്ങൾ പോലെ എന്തോ ജ്വലിക്കുന്നത് കണ്ട് ഈ സുകന്യ കുത്തി, കോലെടുത്തിട്ട് കുത്തി. അപ്പൊ അതിൽ നിന്ന് രക്തം വന്നു. പെട്ടെന്ന് ഈ നായാടിക്കൊണ്ട് നടക്കുന്ന ഈ സൈന്യത്തിനും രാജാവിനൊക്കെ വലിയ ഒരു ബന്ധനം അനുഭവപ്പെട്ടു. അപ്പൊ ആരോ ഇവിടെ ച്യവന മഹർഷിയെ, രാജാവിനറിയാം ഇവിടെ ച്യവന മഹർഷി തപസ് ചെയ്യുന്ന സ്ഥലമാണെന്ന്. ച്യവന മഹർഷിയെ ആരോ ദ്രോഹിച്ചിട്ടുണ്ട്. ആരാണെന്ന് അന്വേഷിച്ചു. മകള് പറഞ്ഞു, ഞാനാണ്, എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റി. വേഗം ഇതൊക്കെ ആ പുറ്റൊക്കെ തട്ടി നോക്കി. അപ്പൊ ച്യവനൻ ഇങ്ങനെ തപസ്സിൽ നിന്ന് ഉണർന്നു, ക്ഷമാപണം ചെയ്തു. ച്യവനൻ പറഞ്ഞു, സാരില്ല, ആ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാ മതി, എനിക്കിപ്പോ കണ്ണു കാണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സഹായത്തിന് ആ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നുള്ളൂ. പൂർത്തിയില്ല, മഹർഷിയാണ് പറയുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നു. അതിപ്രായം, ഒരുപാട് പ്രായമായിട്ടുള്ള മഹർഷി, ചെറിയ കുട്ടിയായിട്ടുള്ള ഈ സുകന്യ. പക്ഷെ സുകന്യ നല്ല രീതിയിൽ മഹർഷിയെ ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അശ്വിനി ദേവന്മാർ ഒരിക്കലും അവിടെ വന്നു. ആ അശ്വിനി ദേവന്മാർക്ക് ഈ സുകന്യയുടെ ഒരു ശീലത്തിൽ, ഗുണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അങ്ങനെ അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹഫലമായിട്ട് ഇദ്ദേഹത്തിന് ചെറുപ്പം, യൗവനം തിരിച്ചു കിട്ടി, കാഴ്ചയും ഒക്കെ തിരിച്ചു കിട്ടി. അപ്പൊ ഇതിന് പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് ഈ
ഈ അശ്വിനി ദേവന്മാർക്ക് യാഗത്തിന് അവിർഭാഗമില്ല മറ്റു ദേവന്മാരുടെ. അത് ഈ ച്യവനൻ നൽകി എന്നാണ്. ആ യാഗം ചെയ്തത് സര്യാദിയുടെ നേതൃത്വത്തിലാണ് എന്നൊക്കെ പറയും. പിന്നെ അംബരീഷൻ, മഹാഭക്തനായിട്ടുള്ള അംബരീഷന്റെ കഥ പറഞ്ഞു. അംബരീഷൻ വലിയ ചക്രവർത്തിയാണ്. അദ്ദേഹം നഭകൻ എന്നാണ് ഈ വൈവസ്വത മനുവിന്റെ ഒരു പുത്രന്റെ പേര്. നഭകന്റെ ഒരു പുത്രനാണ് കവി, കവിയുടെ പുത്രനാണ് അംബരീഷൻ. അങ്ങനെ ഈ അംബരീഷൻ വലിയ ഭക്തനാണ്. സപ്തദ്വീപുകളുടെയും പതിയാണെങ്കിലും അദ്ദേഹം നേരത്തെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത് പോലെ ജഡം ബോധം പറയുന്ന പോലെ അദ്ദേഹം എല്ലാത്തിനെയും മണ്ണാങ്കട്ടയായിട്ടാണ് കണ്ടത്. ലോഷ്ടവൽ സ്മൃതം, രാജ്യത്തിനെയും രാജ്യസമ്പത്തുകളെയും ഒക്കെ അദ്ദേഹം ലോഷ്ടവൽ സ്മൃതം നോക്കിയാണ്. അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ, എല്ലാം ജഡമയമായിട്ട് അദ്ദേഹം ദർശിച്ചു എന്നാണ്. ഇതിലെ ഓരോ കഥയും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പറയേണ്ട കഥകളാണ്. അങ്ങനെ നമ്മൾ ഓടിച്ചോടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ വിഷ്ണു ഭക്തനായിട്ടുള്ള അംബരീഷൻ ഒരിക്കൽ ഒരു വ്രതമെടുത്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്രതം. എല്ലാ ഏകാദശി നാളിലും ഉപവസിച്ച് അദ്ദേഹം ഭഗവാനെ പൂജിച്ചു. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഏകാദശിയായി. ആ ഏകാദശി നാളിലും അദ്ദേഹം വേണ്ട വിധം ഉപവസിച്ച് ദ്വാദശി നാളിൽ ഒരു മുഹൂർത്തത്തിനുള്ളിൽ പാരണ വീടണം എന്ന് ഒരു നിയമമുണ്ട്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറെടുക്കണം. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടെ വന്നത് അതിഥിയായിട്ട്. അപ്പൊ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അതിഥിയെ സൽക്കരിച്ചിട്ട് വേണമല്ലോ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പൊ ദുർവാസാവിനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അപ്പൊ ദുർവാസാവ് സ്നാനം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു. കുളിക്കാനായിട്ട് പോയി. ദുർവാസാവ് വന്നില്ല. അവിടെ ഇങ്ങനെ കുറച്ച് ലേറ്റാക്കി. അപ്പൊ പാരണ വീടിന്റെ സമയം അതിക്രമിക്കുകയാണ്. എന്തു വേണം എന്ന് ബ്രാഹ്മണരോട് വിവരമുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചാൽ പാരണ വീടുകയും ചെയ്യും, എന്നാ ഭക്ഷണം കഴിക്കുന്നുള്ള ദോഷവും പറ്റില്ല. അങ്ങനെ ചെയ്തു. പക്ഷെ ദുർവാസാവ് മഹർഷി ഇത് ആ നദിയിൽ കടന്നുകൊണ്ട് തന്നെ അറിഞ്ഞു. അദ്ദേഹം ശുദ്ധിയെടുത്തിങ്ങനെ വന്നു. അദ്ദേഹം കൃത്തികയെ സൃഷ്ടിച്ചു. ഈ അംബരീഷനെ വധിക്കാനായിട്ട് പറഞ്ഞയച്ചു. അപ്പൊ അംബരീഷൻ ഒരു ഏകാന്ത ഭക്തനായതുകൊണ്ട് അംബരീഷന്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ സുദർശന ചക്രത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുദർശന ചക്രം ഈ കൃത്തികയെ നിഗ്രഹിച്ച് നശിപ്പിച്ച് ഈ ദുർവാസാവിന് നേരെ ചെന്നു. ദുർവാസാവ് പേടിച്ചോടി. അത് ദുർവാസാവ് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ വിചാരിച്ച രക്ഷയില്ല, സുദർശന ചക്രത്തിൽ നിന്നൊന്നും എനിക്ക് രക്ഷിക്കാൻ സാധിക്കില്ല, വേറെ എവിടെയും പൊക്കോളൂ. അദ്ദേഹം ശിവന്റെ അടുത്ത് ചെന്നു. ശിവൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചാലും രക്ഷയില്ല, അങ്ങ് വിഷ്ണുവിനോട് തന്നെ പ്രാർത്ഥിച്ചു. വേഗം വൈകുണ്ഠത്തിൽ ചെന്നു. ഭഗവാന്റെ അടുത്ത് ആഹാച്യുതാനന്ദ സദീപ്സിത പ്രഭോ വിളിച്ചിങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് ചെല്ലണത്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ദുർവാസാവെ രക്ഷിക്കാമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ സ്നേഹത്തോടുകൂടി പ്രേമത്തോടുകൂടി ഭജിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൊടുക്കല്ല ചെയ്യാം. എന്നെ തന്നെ അങ്ങോട്ട് കൊടുത്തു. അഹം ഭക്തപരാധീന അസ്വതന്ത്ര ഇവ എന്നാണ്. ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ ഞാൻ ഭക്തനധീനനാണ്. അതുകൊണ്ട് ഈ സുദർശനം എന്റെ ആണെങ്കിലും എന്റെ അല്ല, അംബരീഷിന്റെ. കാരണം എന്താ, ഞാൻ അംബരീഷിന്റെ, എനിക്ക് പോലും സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് അങ്ങ് ഈ ദുരഭിമാനമൊക്കെ വെടിഞ്ഞ് അംബരീഷിന്റെ കാൽക്കൽ വീഴും. തീർച്ചയായിട്ടും അംബരീഷിനെ അങ്ങയെ രക്ഷിക്കും എന്ന് പറയാം. അതിന് ദുർവാസാവ് വേഗം ഓടി വന്ന് അംബരീഷിന്റെ കാൽക്കൽ വീഴുകയാണ്. അംബരീഷൻ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നാണ്. അംബരീഷൻ സുദർശനത്തെ പ്രാർത്ഥിക്കും, സുദർശൻ പിൻവാങ്ങും. ആ ദുർവാസാവിനെ പിന്നീട് അംബരീഷൻ സൽക്കരിക്കും. അതൊക്കെ കഴിഞ്ഞ് ദുർവാസാവ് ഇങ്ങനെ പാടി നടക്കുത്രേ അംബരീഷിന്റെ മഹാത്മ്യം. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമധ്യമേ എന്ന് ലോകത്ത് മുഴുവൻ പറയുത്രേ. ഞാൻ ഭഗവാന്റെ ദാസന്റെ മാഹാത്മ്യം നേരിട്ട് അറിഞ്ഞു. നിങ്ങൾ ആരും ഭഗവത് ഭക്തന്മാരെ
ഉപദ്രവിക്കാൻ പോകരുത്, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നടക്കൂത്രേ അംബരീഷിന്റെ മഹാത്മ്യം. പിന്നീട് ഇക്ഷ്വാകു എന്ന പുത്രന്റെ കഥ പറഞ്ഞു. മനുവിന്റെ പുത്രനാണ് ഇക്ഷ്വാകു. വൈവസ്വതന്റെ പുത്രൻ, അതാണ് ഈ സൂര്യവംശം എന്ന് പറയുന്നത്. വിവസ്വാൻ സൂര്യൻ, സൂര്യന്റെ പുത്രൻ മനു, മനുവിന്റെ പുത്രൻ ഇക്ഷ്വാകു. അപ്പോ ആ ഇക്ഷ്വാകു എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ അതും രസമാണ്. ഒരു ദിവസം എന്തോ ജലദോഷം വന്നിട്ടാന്നറിയില്ല, മനു ഒന്നിങ്ങനെ തുമ്മി, അപ്പൊ ഇക്ഷ്വാകു ജനിച്ചു, മൂക്കുന്നു ജനിച്ചു, അങ്ങനെ പേര് വിട്ടു. ആ ഇക്ഷ്വാകുവിന് ഒരു പുത്രണ്ട് വികുക്ഷി എന്നാണ് പേര്. വികുക്ഷിയോട് ഒരിക്കൽ പറഞ്ഞു, രാജാവ് പറഞ്ഞു, ശ്രാദ്ധാണ് നാളെ, ഫ്രഷായിട്ട് മാംസം വേണം, പോയി കൊണ്ടുവരൂ, കാട്ടുന്ന് നീ തന്നെ പോയിട്ട് വേട്ടയാടി കൊണ്ടുവരണം. ശരി, അവള് പോയി. ചാത്തത്തിന് മാംസം നിർബന്ധമാണ്. പോയി അവിടെ നിന്ന് അദ്ദേഹം ആടിനെയൊക്കെ ഇതായി കൊണ്ടുവരികയാണ്. വരണ വഴിക്ക് അദ്ദേഹത്തിന് വിശന്നു. അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചിട്ട് വേവിച്ച് കഴിച്ചു. ബാക്കിയുള്ളത് ഇവിടെ വന്ന് കൊണ്ടുകൊടുത്തു. രാജാവിന് മനസ്സിലായില്ല ഇത് ഉച്ചിഷ്ടമാണ്. പക്ഷെ വസിഷ്ഠൻ അദ്ദേഹത്തിന് കാലജ്ഞാനിയാണ്, അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, രാജാവെ, ഇത് അങ്ങയുടെ പുത്രൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രാജാവിന് ദേഷ്യം വന്നു. പുത്രനോട് പറഞ്ഞു, നീ ഈ കൊള്ളരുതായ്മ ചെയ്തിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, പൊക്കോ, പുറത്താക്കി. അപ്പൊ ആടിന്റെ മാംസം കഴിച്ചതുകൊണ്ട് ശശാദൻ എന്ന ആൾക്ക് പേരായി. അങ്ങനെ അയാള് പുറത്തായി, രാജ്യത്തിന് പുറത്തായി. പിന്നെ ഇക്ഷ്വാകുവിന്റെ കാലം കഴിഞ്ഞപ്പോൾ വേറെ ആളില്ലാത്തതുകൊണ്ട് ആളെന്നെ പിടിച്ചുകൊണ്ട് വന്നു വസിഷ്ഠൻ. അയാൾ രാജാവായി. അങ്ങനെ ആൾക്കൊരു പുത്രനുണ്ടായി, പുരഞ്ജയൻ എന്ന് പേര്. അദ്ദേഹത്തിന് ഒരു പേര് കിട്ടിയതാണ് കാകുൽസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ യോദ്ധാവായിരുന്നു. അപ്പൊ ഇന്ദ്രൻ ഒരിക്കൽ അസുരന്മാരുമായിട്ട് യുദ്ധത്തില് ദേവന്മാർക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഈ പുരഞ്ജയൻ നല്ല കേവനാണ്, അദ്ദേഹത്തിനെ വിളിച്ചു ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, പക്ഷെ അങ്ങ് എൻ്റെ വാഹനമാവണം എന്നാ ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ ഇന്ദ്രൻ ഒരു കാളയുടെ രൂപം കൊടുത്തു, ഈ പുരഞ്ജയന്റെ വാഹനമായിട്ട്. അങ്ങനെ ആ കാളയുടെ പുറത്ത് കകുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല, എന്താ പറയുക, മുഴച്ചു നിൽക്കുന്ന ഭാഗം. അതന്നെ ചില സമയത്ത് ചില പേര് കിട്ടി, അതുപോലെ ഏതായാലും അതിന് കകുത്ത് എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് കാകുൽസനെ അങ്ങനെയാണ് ആ കുലത്തിന് അങ്ങനെ പേര് വന്നതെന്ന് അർത്ഥം. കാകുൽസൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു ചരിത്രം. പിന്നെ ആ വംശത്തില് ജനിച്ചയാളാണ് യുവനാശ്വൻ. യുവനാശ്വൻ ആദ്യമായിട്ട് ഒരു പുരുഷൻ അദ്ദേഹം പ്രസവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ഭാര്യമാരുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഭാര്യമാരുമായിട്ട് ഒരിക്കൽ ഒരു വിജന പ്രദേശത്ത് ചെന്ന് താമസിക്കുകയാണ്. മഹർഷിമാരൊക്കെ ഉള്ള ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട്. മഹർഷിമാരെ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നത്. അപ്പൊ അവർക്ക് തോന്നി, എന്നാൽ നമുക്ക് എന്തെങ്കിലും യാഗമൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിന് കുട്ടികളുണ്ടാവും. അങ്ങനെ അവർ പൂജയൊക്കെ ചെയ്യാം. ഒരു ദിവസം രാത്രി ഇവർക്ക് എന്തോ ഓർക്കാൻ ശരിയായില്ല, എണീറ്റ് വെള്ളം കുടിക്കണം എന്ന് തോന്നി. അവിടെ കണ്ട ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. പിറ്റേ ദിവസം മഹർഷിമാർ ചോദിച്ചു, ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് ഞാൻ കുടിച്ചു തോന്നി. അയ്യോ, ഇത് അങ്ങയുടെ ഭാര്യമാർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്, പൂജിച്ചു വെച്ചേക്കുന്നതാണ്, ഇത് കുടിച്ചാൽ ഗർഭം ധരിച്ചു ഉറപ്പാണ്. രാജാവ് ഗർഭം ധരിച്ചു, യുവനാശ്വൻ. ഇപ്പൊ എന്താ ചെയ്യാ, എങ്ങനെയൊക്കെയോ പ്രസവിച്ചപ്പോ വേറെ ഒരു പ്രശ്നം, ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കുട്ടി. അങ്ങനെയാണല്ലോ, പാല് കൊടുക്കണ്ടേ, എന്താ ചെയ്യാ, എല്ലാവരും ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ശരിയാണ്ട് നിൽക്കുമ്പോൾ ഇന്ദ്രൻ അവിടുന്ന് ഇങ്ങനെ വന്നു. ഇന്ദ്രൻ ഒരു വിരല് മറ്റേ അമൃതില് ഒന്ന് മുക്കിയിട്ട് അങ്ങോട്ട് വരണത്. മാന്ധാത, എന്നെ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനെ കുടിച്ചു. അങ്ങനെ ഉണ്ടായ പുത്രനാണ് മാന്ധാതാവ്. മാന്ധാതാവ്, ഈ മാന്ധാതാവ് വലിയ രാജാവാണ്. അദ്ദേഹത്തിന് 3 പുത്രന്മാരും 50 പുത്രിമാരും ഒക്കെ ഉണ്ടായി. നിർത്തിയിട്ട് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.